ഫസ്റ്റ് പ്രൊജക്റ്റ് തരുന്നത് ഒരു അജ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ആയിരുന്നു. അന്ന് ടോക്കൺ അഡ്വാൻസ് ഒരു 2000 റുപ്പീസ് വന്നപ്പോൾ നമുക്കൊരു ഇത് നടക്കുന്ന ഏകദേശം ഒരു ഉറപ്പ് വന്നു. ഈ വെതറിനേക്കാളും ഇതിനെക്കാട്ടി ഇത് ഇവിടെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാവരും നമ്മളെ കണ്ട ഫസ്റ്റ് പറയാം സരിതാണ്. ഇന്ത്യ ശരിക്കും സോളാർ ഇൻഡസ്ട്രി മൊത്തമായിട്ട് മാറ്റാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലല്ലേ? വേറെ ഏത് രാജ്യത്തുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് ഏകദേശം 300 ഡേയ്സ് നമുക്ക് ശരിക്കും സോളാറിൻ്റെ ഒരു അവൈലബിലിറ്റി ഉണ്ട്. ഡെൽസൺ B2Cയും B2Bയും ചെയ്യുന്നുണ്ടെന്നല്ലേ. ഇപ്പം റെസിഡൻഷ്യൽ ആകുന്ന സമയത്ത് അവിടെ കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് സൈഡിലുണ്ട്. അത് നേരെ കൊമേഴ്ഷ്യലിലേക്ക് വരുമ്പം എങ്ങനെയാണ്? അവിടെയും ഇതേപോലെ സബ്സിഡീസ് ഒക്കെ അവൈലബിൾ ആണോ? ഇപ്പം സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ ഒരു നെഗറ്റീവ് വേയിലേക്ക് ഈ യങ്സ്റ്റേഴ്സ് പോകണമെന്നുള്ളത്. അതായത് ഈ ഡ്രഗ്സും നർക്കോട്ടിക്സും ഒക്കെ നടക്കുന്നുണ്ട്. നർക്കോട്ടിക്സ് ഇസ് ഡേറ്റി ബിസിനസ് തന്നെ. അപ്പം അതിന്ന് ഒരു ഡൈവേഷനാണ് ആക്ച്വലി. ഇപ്പം നമുക്ക് തന്നെ അറിയുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവരിപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് ദേ ആർ ഏർണിംഗ് വെൽ. ഒരു സാധാരണക്കാരന് സോളാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വെക്കുന്ന സമയത്ത് എന്തൊക്കെ സപ്പോർട്ട്, ഹെൽപ്പ്, പോസിബിലിറ്റി ഉണ്ട്? സോളാർ വെക്കുന്നതുകൊണ്ട് അയാൾക്ക് എന്തൊക്കെ, ഏത് രീതിയിലൊക്കെ സേവിങ്സ് പോസിബിൾ ആയിരിക്കും? നമ്മളൊരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മളെ 10% അടുത്ത് നമ്മൾ ഓരോ വർഷവും നമുക്ക് ഇലക്ട്രിസിറ്റിൻ്റെ ഡിമാൻഡ് കൂടി വരാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ EVs, ACs കൂടാൻ തുടങ്ങി, ഗാഡ്ജറ്റ്സ് കാര്യങ്ങളെല്ലാം. നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈവൺ ഇപ്പോൾ ഗവൺമെൻറ് വരെ അവരെ ഓൺ ബിൽഡിങ്സിലും പ്രിമൈസസിലും സോളാർ പ്രൊമോട്ട് ചെയ്യാൻ കാരണം അതാണ്. കാരണം നമുക്ക് 2070 ആകുമ്പോഴേക്കും വി ഹാവ് ടു അറ്റൈൻ കാർബൺ ന്യൂട്രാലിറ്റി ഇന്ത്യയിൽ. സോളാർ പാനൽ വെച്ചതുകൊണ്ട് നമുക്ക് എക്സസ് എമൗണ്ട് ഓഫ് എനർജി വരുന്ന സമയത്ത് നമുക്കത് KSEBക്ക് കൊടുത്തുകൊണ്ട് കാശുണ്ടാക്കാം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അതിൻ്റെ ഒരു ജെന്യൂനിറ്റി എന്താണ്? നിങ്ങളിപ്പോൾ ഒരുപാട് പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. പ്രൈസിങ് കമ്പയർ ചെയ്യുമ്പോൾ മുന്നത്തെ പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ എത്രയോ കുറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കുള്ളൊരു വിഷയം എന്താ വെച്ചാൽ നമുക്ക് സെൽ മാനുഫാക്ചറിങ് അത്ര അങ്ങോട്ട് വന്നിട്ടില്ല. നമുക്ക് ബാക്കി ഇതിൻ്റെ അസംബ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ആ ഒരു സെല്ല് മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുക, അപ്പോഴേ നമുക്ക് ഈ പറഞ്ഞ പാനൽസിൻ്റെ കോസ്റ്റ് ഒരു ചൈനൻ്റെ ഒക്കെ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. മിനിമം ഇത്ര എമൗണ്ട് എങ്കിലും ബില്ല് വരുന്ന ഒരാൾ ഇത് ചെയ്തിട്ടല്ലേ കാര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു എമൗണ്ട് ഉള്ളൂ? അത് എല്ലാവരും ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ? Hello, welcome to another powerful episode of Vice Podcast. So, no electricity bills for next 25 years. അതെ, അടുത്ത 25 വർഷത്തേക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വേണ്ട എന്നൊരു പുതിയ സ്കീമുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ്. ഈ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവരാൻ അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സോളാർ എനർജിയാണ്. സോളാർ എനർജിയെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്യാം, എന്തൊക്കെ സബ്സിഡീസ് ആണ് അതിലുള്ളത്, എങ്ങനെ സോളാർ നമുക്ക് സെയിൽ ചെയ്തുകൊണ്ട് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, എന്താണ് സോളാറിൻ്റെ ഫ്യൂച്ചർ എന്നിവരെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ സോളാർ ഇൻഡസ്ട്രിയുടെ തലതൊട്ടപ്പന്മാരായ ഡെൽസൺ എനർജിയുടെ കോ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള റിജിൽ ബ്രോയും സയ്യദ് ഇമ്രാൻ ബ്രോയും ആണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. ഹായ്. ഹലോ. സോ ഡെൽസൺ എനർജി, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡെൽസൺ എന്ന് പറഞ്ഞ ഒരു നെയിമിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ആക്ച്വലി ഈ കമ്പനി ഞാൻ സ്റ്റഡീസിലായിരുന്നു ഇൻ UK. സോ അറ്റ് ദാറ്റ് ടൈം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ടു സ്റ്റാർട്ട് എ കമ്പനി ലൈക്ക് ദിസ് ഓൺ ദ റിന്യൂവബിൾ സെക്ടർ. സോ അന്ന് ഞങ്ങൾ അതിന് മുന്നേ ഇമ്രാനായിട്ട് ഞങ്ങളിവിടെ സ്റ്റുഡൻ്റായിട്ടൊക്കെ പരിചയമുണ്ട്. സ്റ്റുഡൻറ്റും ടീച്ചറും. അതെ, ഞങ്ങളൊരു ബന്ധം, അങ്ങനെ ഒരു ബന്ധമാണ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായ സമയത്ത് ഞങ്ങൾ അവിടെ ഒരു ഫേം UK സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അന്ന് സ്റ്റേ ബാക്ക് ഇല്ല. സോ ഇൻ 6 months നമ്മൾ എല്ലാ പണിയും ചെയ്തിട്ട് വേണം തിരിച്ച് വരണം. അപ്പോൾ ബിഫോർ ദാറ്റ് ഐ ട്രൈ ടു സ്റ്റാർട്ട് എ കമ്പനി ഓവർ ദർ. അപ്പോൾ അതിനൊരു ക്യാച്ച് ആയിട്ടുള്ളൊരു നെയിം വേണമെന്ന് തോന്നി. അങ്ങനെ റിസർച്ച് ചെയ്തപ്പം ജെയിംസ് ഡെൽസൺ, ഫാദർ ഓഫ് റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞിട്ട് വിൻഡ് എനർജി ബേസ് ചെയ്തിട്ടാണ്. കാരണം ഞങ്ങളെ തുടക്കവും വിൻഡ് എനർജി എന്നാണ്. സോ അങ്ങനെ ആ ജെയിംസ് എന്നുള്ളത് ഒഴിവാക്കി ഡെൽസൺ എന്നുള്ളൊരു ടേം എടുത്തു. അപ്പോൾ ആ ഒരു മെമ്മറൻസിന് അങ്ങനെ വെച്ചെടുത്തതാണ്. റൈറ്റ്. അപ്പോൾ ഡെൽസണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2018 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? 2018 നമ്മൾ LLP ആവുന്നത്. അതിന് മുന്നേ നമ്മൾ പ്രൊപ്പർട്ടിഷിപ്പായിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2016 പുള്ളി റിട്ടേൺ വന്നപ്പോൾ ആക്ച്വലി ഞാൻ ആ ടൈമിൽ കോളേജെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് സപ്ലൈ ഒക്കെ അടിച്ച് ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോൾ ആ ടൈമിൽ പുള്ളി ആക്ച്വലി എനിക്ക് മുന്നേ ക്ലാസ്സസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ട്യൂഷൻ പോലെ നമുക്ക് മെക്കാനിക്കൽ സബ്ജക്ട്സ് ആണ് സാർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിലാണ് ഞാനും പുള്ളിയായിട്ടുള്ള റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ പുള്ളി UK
പോയി റിന്യൂവബിളിന്റെ മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. പഠിച്ചതും ഈ ഒരു സബ്ജക്ട് മെക്കാനിക്കലാണ്, ബേസിക്കലി മെക്കാനിക്കലാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് റിന്യൂവബിൾ എനർജിയിലാണ്. അങ്ങനെ പുള്ളി റിട്ടേൺ വന്നു. അങ്ങനെയാണ് നമുക്ക് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്വന്തമായിട്ട് ഒരു ഡിസ്കഷൻ വരുന്നതും. പുള്ളിയുടെ ഒരു ഐഡിയ ആയിരുന്നു നമുക്ക് റിന്യൂവബിൾ എനർജി തന്നെ സ്റ്റാർട്ട് ചെയ്യാം, കാരണം അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ സോളാറാണ് ആ ടൈമിൽ നമുക്ക് കുറച്ചും കൂടി ഇവിടെ ഒരു ഫീസിബിൾ ആയിട്ടുള്ളത്, കാരണം ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്സ് ഒക്കെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കമ്പനി ആദ്യം പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതേത് വർഷമായിരുന്നു? 2016 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2 വർഷത്തിന് ശേഷം നമ്മൾ അതിനെ LLP-ലോട്ട് മാറ്റി. അതെ. അപ്പൊ അന്ന് മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്ന സമയത്തെ ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് പോയത്. അതായത് നോർമലി എല്ലാവരും MBA ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറത്തു പോകുക. അപ്പോൾ റിന്യൂവബിൾ എനർജി എന്നുള്ളത് ആദ്യമേ മൈൻഡിലുണ്ട്. അത് ആദ്യമേ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇമ്രാൻ പറഞ്ഞ പോലെ 2015 അതിന് മുമ്പ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വി ഹാഡ് ദ റിലേഷൻഷിപ്പ്, ലൈക്ക് നമ്മളൊരു ഗ്രൂപ്പ് ഗാദറിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു സപ്ലി ഉള്ള കുറേ ആൾക്കാരൊരു ഗാദറിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ചിലപ്പോൾ എനിക്കും സപ്ലി ഉണ്ടായിട്ടുണ്ടാവും, അപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ ഈ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു അപ്രോച്ച് നടന്നുകൊണ്ടിരിക്കുക ഇന്ത്യൻ മാർക്കറ്റിലോട്ട്. അപ്പം 2013-14 ഇൻ ബിറ്റ്വീൻ. അപ്പം അപ്പോഴാണ് ഇതിൻ്റെ ഒരു അപ്രോച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നു, സോളാറിനെ പറ്റി അറിയുന്നു. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ട്രയൽ ചെയ്തത് ഒരു സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നൊരു വലിയ പാനൽ വേണം, ഒരു കോല് വേണം, വേറെ തന്നെ ഒരു ബാറ്ററി സെറ്റ് വേണം. നമ്മൾ പണ്ട് ചെയ്തൊരു പ്രൊജക്റ്റ് ഉണ്ട്. നമുക്ക് ഇതേ സ്റ്റോറി നമ്മളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാർജ് മോഡ് രാമൻ അവർ കാലിക്കറ്റ് ആയിരുന്നു ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അവർ EV ആയിരുന്നു. ചാർജ് മോഡ് അറിയാം. ഒരു സ്ട്രീറ്റ് ലൈറ്റ്. അതെ ചാർജിങ് സ്ട്രീറ്റ് ലൈറ്റ്സ് ആണ് അന്ന് കുറച്ചും കൂടി സോളാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സെഗ്മെന്റ്. അവരുടെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താ അറിയോ, അവർ തുടങ്ങുന്ന സമയത്ത് EV ചാർജിങ് ആണല്ലോ. അന്ന് കേരളത്തിൽ 2 വണ്ടി ഉണ്ടായിരുന്നുള്ളൂ EV. ഓക്കെ. സോ അതുപോലെ തന്നെയാണ് അന്ന് ഇതേപോലെ പാനൽസ് തരുന്ന കമ്പനീസ് കുറവാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. പിന്നെ എല്ലായിടത്തും ഒരു പ്രകാശമാണ്. നമ്മളെ ഫസ്റ്റ് സ്റ്റേജും ഒരു പാനൽ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പ്രോസസ്സാണ്. അതായത് ഇത് അവൈലബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്, ഇതിന്റെ വാട്ട്സ് കാര്യങ്ങൾ ആൾക്കാർക്ക് തീരെ അവെയർ അല്ല. വളരെ കുറഞ്ഞ ആളുകളുടെ കയ്യിലെ പാനൽസ് ഉള്ളൂ. അന്ന് എനിക്ക് തോന്നുന്നത് പെർ വാട്ട്സ് 100 rupees. അങ്ങനെ 100 rupees കൂടുതലാണ്. പെർ വാട്ട് 100 rupees, ഇന്നത് 20 rupees. സോളാർ പാനൽസ് റേറ്റ് ഇങ്ങനെ കുറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, അന്ന് വാട്ട്സ് എനിക്ക് തോന്നുന്നു 250 watts 300 watts ആയിരുന്നു ഒരു പാനൽ. ആൻഡ് ദ സൈസ് വാസ് ദ സെയിം നൗ. അപ്പം ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ഫസ്റ്റ് ചെയ്തു. പിന്നെ അതിന് മുമ്പായിട്ട് ഞങ്ങളൊരു വിൻഡ് ടർബൈൻ ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രാപ്പ് നിന്ന് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ബെഡ്ഫോർഡ് എഞ്ചിൻ്റെ ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്ന് കുറേ ട്രയൽസ് നടത്തി. പുള്ളിയുടെ ഫ്ലാറ്റ് ബീച്ച് ഫ്രണ്ടാണ്, അപ്പോൾ അങ്ങനെ ബ്രദറിൻ്റെ ഫ്ലാറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കൂടുതൽ അതിലോട്ടൊരു അംബീഷനും അതേപോലെ ഒരു ഇതും വന്നത്. അപ്പോൾ പിന്നെ എന്തായാലും മാസ്റ്റേഴ്സ് ഗോ ഹെഡ് വിത്ത് ദിസ് എന്നുള്ളത് പോലെ. പിന്നെ ഫാദറും പറഞ്ഞു എന്നാ പിന്നെ നീ ചെയ്യ്. അപ്പോൾ പിന്നെ അങ്ങനെ പോയി ചെയ്തതാണ്. അപ്പോൾ വന്ന് ഷുവർ ആയിരുന്നു ഇങ്ങനെ ഒരു കമ്പനി എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫ്രം 18 to 25 ഇപ്പോൾ 7 വർഷത്തോളം എങ്ങനെ ഉണ്ടായിരുന്നു സോഫ്റ്റ്വെയർ ഒരു ജേർണി പറയുകയാണെങ്കിൽ? എല്ലാം താഴ്ന്നുള്ളൊരു ഫ്രം ദ സ്ക്രാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്. അതായത് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അന്ന് എല്ലാം, അതായത് പാനല് നമ്മൾ വരുന്നത് മുതൽ പാനൽ പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും ഓൾ ഇൻ ഓൾ ഒരു പാനലിന്റെ ഫസ്റ്റ് കമ്പനീസിനെ വിളിക്കണം, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഡെയിലി ഇതന്നെ പരിപാടി. പാനൽ ഏതാണ്, എത്ര വാട്ട്സ് കാര്യങ്ങൾ, ഒരു കുറെ ആൾക്കാരെ വിളിക്കും. ഓൾമോസ്റ്റ് ഒരു ബിസിനസ് ഉണ്ടായിക്കൊണ്ടുവരുന്ന പോലെയാണ്. അവരെ വിളിക്കുമ്പോൾ ഓരോരുത്തർ അവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഈ പാനലാണ് നല്ലത്, ഇതിന്റെ വാട്ട്സ് ഇങ്ങനെയാണ്, ഇതിന്റെ എഫിഷ്യൻസി ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നെ ഇൻവെർട്ടർ കമ്പനീസിനെ വിളിക്കും. അപ്പോൾ അവരെ സ്പെക്ക് പറഞ്ഞുതരും. അങ്ങനെ ഒരു 3 to 4 months നമ്മൾ ആക്ച്വലി ഒരു സ്റ്റഡിങ് പീരീഡ് തന്നെയായിരുന്നു. കാരണം നമ്മളൊരു പ്രൊജക്ട് ചെയ്തിട്ടില്ലല്ലോ. ഓൺ ഗ്രിഡ് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ടെക്നോളജി ഉണ്ടെന്ന് അറിയാനല്ലാണ്ട് റിയൽ ആയിട്ട് നമ്മൾ എന്താക്കിയിട്ടില്ല, ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അന്ന് കാര്യങ്ങൾ കണ്ടുപഠിക്കാനോ കേട്ടുപഠിക്കാനോ എന്തെങ്കിലും മെന്റേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീം ഇവിടെ ഉണ്ടായിരുന്നു ശരിക്കും കേരളത്തിൽ? അന്ന് ഇവിടെ കൂടുതൽ കളിക്കുന്നത് ഓഫ് ഗ്രിഡ് ആണ്. ഓഫ് ഗ്രിഡ് ബാറ്ററി കുറെ സെഗ്മെന്റ്സ് ഉണ്ടല്ലോ ഇതിൽ. അപ്പോൾ ബാറ്ററി സെഗ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഇത് ചെയ്യുന്നൊരു വ്യക്തിനെ നമുക്ക് പരിചയം ഉണ്ടായിരുന്നു. പുള്ളിയോട് പോയി ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പുള്ളിക്കും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്കുള്ളതുകൊണ്ട് പുള്ളി ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണ് ഇതിൻ്റെ അകത്തു നിന്നൊക്കെ ഒരു ഔട്ട്കംസ് പതുക്കെ ഉദ്ഭവിക്കാൻ തുടങ്ങിയത്. പക്ഷെ പുള്ളിയാണെങ്കിൽ ഓൺ ഗ്രിഡിൽ അത്ര ഒരു ഇതുമില്ല. അപ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓൺ ഗ്രിഡിലോട്ടാണ്. പിന്നെ അതിനെപ്പറ്റി ഞങ്ങൾ സ്റ്റഡി ചെയ്തു, കുറേ റിസർച്ച് ചെയ്തു. പിന്നെ നമ്മുടെ ഈ പിയർ ഗ്രൂപ്പ് പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഈ സോളാറിൻ്റെ കമ്പനീസിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ പർച്ചേസിനൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് പർച്ചേസും കുറച്ച് എളുപ്പമായി.
ഇപ്പം 1-2 ആൾക്കാരുണ്ട് നല്ല പൊസിഷനിലാണ് കമ്പനീസിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സോഴ്സ് ഔട്ട് ചെയ്തു, ഗ്യാദർ ചെയ്തു. ഫസ്റ്റ് ഒരു യൂറേക്ക മൊമെന്റ് എപ്പോഴായിരുന്നു? ഫസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പ്രൊജക്ട് ക്ലോസിംഗ് അല്ലേ, അത് മിസ്റ്റർ അജ്മൽ അല്ലേ? അതെ അതെ, ഫസ്റ്റ് പ്രൊജക്ട് തരുന്നത് ഒരു അജ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള ആയിരുന്നു. അന്ന് ടോക്കൺ അഡ്വാൻസ് ഒരു 2000 റുപ്പീസ് തന്നപ്പോൾ നമുക്ക് ഇത് നടക്കുന്ന ഏകദേശം ഒരു ഉറപ്പ് വന്നു. ഒരു 5 മന്ത്സോളം ടൈം എടുത്തു. നമ്മൾ ഡെയിലി ബൈക്കായിട്ട് ഇറങ്ങി ഇങ്ങനെ റൗണ്ട് അടിച്ച് കയറാൻ പറ്റുന്നവിടൊക്കെ കയറും. കൺവിൻസിങ് ഭയങ്കര ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ഇനീഷ്യലി. ആ സമയത്ത് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് ആളുകൾക്ക് ഇത് അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തു. ഇതേപോലെ ക്യാഷ് തരുന്ന സമയത്ത് പുള്ളി പറഞ്ഞൊരു 3 കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ. അതായത് ആരെയും പറ്റിക്കരുത്, വാങ്ങിയ കാശിന് നന്ദി വേണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും എപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ എന്ന് പറയും. ഇപ്പോഴും കാണുന്നുണ്ട്, ടിൽ ഡേറ്റ് ഇതാ ഇന്ന് വരെ നമ്മളപ്പോൾ വിളിച്ച് സംസാരിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ കസ്റ്റമേഴ്സിന്റെ എല്ലാവരോടും ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് തുടക്കം മുതലേ. ഇനീഷ്യലി നമ്മൾ തന്നെ ഡയറക്റ്റ് ഇറങ്ങിയതിനെ കൊണ്ട് പിന്നെ കസ്റ്റമേഴ്സ് ഒക്കെ കൺവേർട്ട് ആവാൻ തുടങ്ങി. അതായത് നമുക്ക് ഓരോ പ്രൊജക്ട്സ് കിട്ടുമ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി. ഓക്കെ, ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ സ്റ്റാറ്റസ് ഒക്കെ കാണുമല്ലോ എന്തായാലും. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നേ ഒരു 5 മന്ത്സ് നമ്മൾ നടത്തിയ ഒരു മാർക്കറ്റിംഗ് നമുക്ക് പിന്നെ റിസൾട്ട് ആവാൻ തുടങ്ങി. പിന്നെ നമുക്ക് ബാക്കോട്ട് എന്താക്കേണ്ടി വന്നിട്ടില്ല, തിരിഞ്ഞു നോക്കേണ്ടി. പിന്നെ കംപ്ലീറ്റ് ആ ഒരു മാർക്കറ്റിങ്ങിന്റെ ആ ഒരു ഇതിനെ കൊണ്ട് തന്നെ നമുക്ക് റെഗുലർ പ്രൊജക്ട്സ് നമുക്ക് വരാൻ തുടങ്ങി. അപ്പോൾ 2020 കൊറോണ വരുന്നതിന്റെ തൊട്ട് മുന്നേ ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രോഫിറ്റബിൾ ആയ ഒരു സ്റ്റാറ്റസ് ആയി. ആ ഒരു കൊറോണ പീരീഡ് ആക്ച്വലി ഞങ്ങൾക്ക് ഗുഡ് ടൈം ആയിരുന്നു. അതെ, ഞങ്ങളുടെ ബിസിനസിന്റെ ഒരു ഗുഡ് ടൈം ആയിരുന്നു. ആ സമയത്ത് സെയിൽസ് നടക്കില്ല. കൊറോണയുടെ ടൈമിൽ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ആ ഒരു കൊറോണ കഴിഞ്ഞ പാടന്നെ എല്ലാവർക്കും ഭയങ്കര ഇലക്ട്രിസിറ്റി ബില്ലും എല്ലാവർക്കും വീട്ടിൽ തന്നെ ആയപ്പോ ആളുകൾക്ക് മനസ്സിലായി. അതാണ് ഞങ്ങളെ ബിസിനസിനെ ബൂസ്റ്റ് ചെയ്തത്. വർക്ക് ഫ്രം ഹോം ആണ് ആക്ച്വലി ഇതിനൊരു റീച്ച് തരാൻ കാരണം. സോ 2018 നമ്മളൊരു കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഈ നമ്പേഴ്സ് ഡൈസൺ എനർജി എവിടെ എത്തി നിൽക്കുന്നു ചോദിച്ചാൽ എന്താ പറയുക, എംപ്ലോയീസ് അതുപോലെ എത്ര പ്രോജക്റ്റ് ക്ലോസ് ചെയ്തു എന്നതൊക്കെ. നമുക്കിപ്പോ നമ്പർ ഓഫ് എംപ്ലോയീസ് പറയുമെങ്കിൽ 35 ഇൻഹൗസ് ആയിട്ട് തന്നെ നമുക്ക് എംപ്ലോയീസ് ഉണ്ട്. പ്ലസ് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് പേര് നമുക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രൊജക്ട്സിന് എണ്ണം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കാലിക്കറ്റ് സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 100-500 വീട് എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. വിത്തിൻ കാലിക്കറ്റ് സിറ്റിയിലാണ് പറയുന്നത്. കൂടുതൽ നമ്മൾ ഏറ്റവും പ്രസൻസ് ഉള്ള സ്ഥലം ഇവിടെ അതിനെക്കൊണ്ട് തന്നെ. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗുഡ് എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡേഴ്സ് ഉണ്ടായിരുന്നു കാലിക്കറ്റായിട്ട്. അവരായിട്ട് നമ്മൾ ഒരുപാട് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. അവരെ ഡയറക്ടേഴ്സായിട്ട് ഡയറക്റ്റ് പോയി കണ്ടു. അപ്പം ആ ടൈമിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മളിതിൽ അത്ര എക്സ്പേർട്സ് അല്ല, നമുക്ക് ടെക്നിക്കൽ നോളജ് ഉണ്ട്, ബട്ട് നമ്മളിത് ചെയ്തിട്ട് അത്ര അങ്ങോട്ട് വലിയ പ്രൊജക്ട് ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. അതെ അതെ അതെ. അപ്പോൾ ആ ടൈമിൽ അവർക്ക് 2 പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് അവരെ ഡയറക്ടേഴ്സിൻ്റെ വീടും ഒന്നൊരു ഫ്ലാറ്റും അവർ ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൽ അവർക്ക് നമുക്ക് എന്തായാലും ഒന്ന് തരണം. അപ്പോൾ അത് അവർ പ്ലാൻ ചെയ്ത് എങ്ങനെയാ വെച്ചാൽ അവരെ 2 ആൾക്കാരെയും വീട് തരാം. അതാകുമ്പോൾ റിസ്ക് ഇല്ലല്ലോ, അവർ സഹിച്ചാൽ മതിയല്ലോ. ഫ്ലാറ്റ് നമുക്ക് നിങ്ങളിത് ചെയ്ത് സക്സസ് ആവുകയാണെങ്കിൽ ഫ്ലാറ്റ് തരാം. അങ്ങനെ നമ്മൾ എന്താക്കി ആ ഒരു വീട് ചെയ്തു. അതായിരുന്നു വലിയ ക്ലോസിംഗ്. രണ്ട് പ്രൊജക്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതില് ഞങ്ങൾക്ക് നല്ലൊരു കോമ്പറ്റീഷനും കിട്ടി. നല്ല ഈ കേരളത്തിൽ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു കോമ്പറ്റീറ്റർ ആയിട്ടായിരുന്നു നമ്മളെ ഫസ്റ്റ് ഇത്. അപ്പൊ ഞങ്ങൾക്ക് അത് കൂടുതൽ കോൺഫിഡൻസും കൂടെ കിട്ടി. നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി. അവരോട് അടിച്ചു. ഓക്കെ, അതിനുശേഷം ഇതൊക്കെ ഒരു ബിഗ് പ്രൊജക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ പിന്നെ ബിൽഡേഴ്സിൽ പറയുകയാണെങ്കിൽ നമ്മൾ അവരെ റെഫറൻസും പിന്നെ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ബിൽഡേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോയത് സീലോട്സ് റീഗേറ്റ് കിട്ടി, ഗാലക്സി ചെയ്തു. ഗാലക്സി അതൊരു റെഫറൻസായി. അങ്ങനെ തന്നെ നമ്മള് ഇവിടെ കോഴിക്കോടുള്ള ഒരുപാട് നോട്ടബിൾ ആളുകളുടെ വീടുകളും. അതെ, നമ്മള് ഡോക്ടർ ആസാദ് മൂപ്പൻ സാറ് വീട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗോകുലൻ സാറ് വീട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മെറാൾഡ ജലീൽ ഖാന്റെ വീട് ചെയ്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഓർമ്മയിൽ വന്ന പേരുകളാണ്. ഇങ്ങനെ ഒരുപാട് നമുക്ക് അങ്ങനെ വലുതും ചെറുതൊന്നുമില്ല. എല്ലാ പ്രൊജക്റ്റും നമുക്ക് ഈക്വൽ ആണ്. കാരണം എല്ലാവരും നമ്മൾ ഒരേ സ്റ്റാൻഡേർഡിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് നമ്മൾ എല്ലാവർക്കും. ഒരു 3 കിലോ ഔട്ട് വന്നാലും ഒരു 100 കിലോ ഔട്ട് വന്നാലും സെയിം ആണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ നമ്മൾ 2018 ബ്രോ പറഞ്ഞു നമ്മൾ ബൈക്ക് എടുത്ത് ഒരുപാട് കിലോമീറ്റേഴ്സ് ഒക്കെ സഞ്ചരിച്ചിട്ട് ക്ലയന്റിനെ ഡീൽ ചെയ്യാൻ വേണ്ടി 5 മാസം സമയം എടുത്തു. ആദ്യത്തെ ക്ലയന്റിനെ നമ്മൾ ഒരു ടോക്കൺ അഡ്വാൻസ് കിട്ടാന്ന് തന്നെ പറഞ്ഞു. ശരിക്കും ആ സമയത്ത് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ടായിരുന്നില്ല ആൾക്കാരുടെ ഇടയിൽ. കാരണം സോളാർ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പിന്നെ എല്ലാ വെതറിലും സോളാർ വർക്ക് ചെയ്യില്ല തുടങ്ങിയിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതൊക്കെ എങ്ങനെ എഡ്യൂക്കേറ്റ് ഈ വെതറിനേക്കാളും ഇതിനെക്കാട്ടിക്ക് അത് ഇവിടെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാവരും നമ്മളെ കണ്ട ഫസ്റ്റ് പറയാ സരിത. നമ്മളെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു സംഗതി സരിതന്റെ ആൾക്കാർ വന്നല്ലോ. സരിതയുടെ കമ്പനിയാണോ? അപ്പൊ ആളുകൾക്ക് ഇത് ഒരു പറ്റിക്കൽ പരിപാടി ആണ് എന്നായിരുന്നു. അതായത് അവർക്ക് KCB അല്ലെങ്കിൽ ഇതൊന്നല്ല അവർക്ക് അറിയേണ്ടിയിരുന്നത്. അവര് ഫസ്റ്റ് ചോദിക്കുക ഇതൊക്കെ വല്ലതും നടക്കോ, ഇത് ഒരു ഫിനാൻഷ്യൽ തട്ടിപ്പ് പരിപാടിന്റെ സംഭവമല്ലേ,
പിന്നെ നമ്മൾ ഇതിങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇതിങ്ങനെയാണ്. പിന്നെ ഒന്നാമത് കറണ്ട് അതിനെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ഇത് എങ്ങനെയാ വരാ എങ്ങനെയാ പോവാന്നുള്ളത്. ആകെ ഈ ഒരു ലൂപ്പിൽ സരിത അതെ, അവർക്ക് അവരെ ബില്ല് കാണിക്കും. ഈ ബില്ല് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര കിലോ വാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ നമ്മളിങ്ങനെ സോളാർ ചെയ്യും, അതിൽ നിന്ന് ഇങ്ങനെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ നെറ്റ് മീറ്ററിങ് ആക്കും. അപ്പൊ നെറ്റ് മീറ്ററിംഗിൽ ഇതെന്താവും, മൈനസ് ആവും എന്നൊക്കെ ഉള്ളത് പറയും. അപ്പോഴും ഇവരെല്ലാം കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കോ, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? പക്ഷെ ആ സ്റ്റേജിൽ നിന്ന് പക്ഷേ എല്ലാരും ഇതില് വളരെ ഒരു ഭയങ്കര ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ അന്ന് നമ്മളൊരു 3 കിലോട്ട് പ്രൊജക്ട് ക്ലോസ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ 2 months വരെ ടൈം എടുക്കും. അതെ അതെ അതെ, ഇന്നത് 1 weekലോട്ട് ഒതുങ്ങി. അതെ, അറ്റ്ലീസ്റ്റ് ഒരു 1 week ടൈം പീരീഡ്. കമ്പാരിറ്റീവ്ലി എക്സ്പെൻസും കുറവായിട്ടില്ലേ? നല്ല ഡിഫറൻസ് ഉണ്ട്. അന്നത്തെ ഒരു എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെ ഫീസിബിൾ ആണ്. അന്ന് കുറച്ച് പാരലിന്റെ കോസ്റ്റിംഗ് ആണെങ്കിലും മൊത്തത്തിൽ പ്രൈസിങ് കുറച്ച് കൂടുതലായിരുന്നു. ഇന്ന് ഗവൺമെന്റിന്റെ ഒരുപാട് സ്കീംസും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ഇപ്പൊ അതിന്റെ പ്രൈസിങ് എത്രയോ സബ്സിഡീസും വരുന്നുണ്ടല്ലോ. സബ്സിഡീസും കിട്ടുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു ഫോൺ എടുക്കുന്ന കാശാവുള്ളൂ. സബ്സിഡി കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 3 കിലോട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ആ EMI ഒക്കെ നോക്കുമ്പോൾ ഒരു ഫോൺ മേടിക്കുന്ന ഇപ്പൊ എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. 6.75% നമുക്ക് ലോൺസ് കിട്ടും. അപ്പൊ നമുക്ക് ആ സബ്സിഡി കിട്ടുന്ന എമൗണ്ട് അതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അത് ഡിമിനിഷിങ്ങിൽ നല്ല പെർസെന്റേജ് കുറയും. അതെ അതെ. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഏത് സെക്ടറിലായിരിക്കും ചെയ്യുന്നുണ്ട്? B2B ആയിരിക്കോ, B2C ആയിരിക്കോ? ആക്ച്വലി നമ്മൾ 3 സെഗ്മെന്റിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കമേഴ്ഷ്യൽ ഒരു സെപ്പറേറ്റ് വിങ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്, റെസിഡൻഷ്യൽ വേറെ തന്നെ ഒരു വിങ് ആണ്, പ്ലസ് നമ്മൾ ഗവൺമെന്റ് പ്രോജക്ട്സും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നൊരു ടേൺ അറൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഗാർഡിന്റെ ഒരു പ്രൊജക്റ്റ് വന്നു. അത് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തു. അത് ആക്ച്വലി സബ് കോൺട്രാക്ട് പോലെ വന്നതായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഒരു പ്രൊജക്റ്റ് വിഴിഞ്ഞത്ത് അവരെ കോസ്റ്റ് ഗാർഡിന്റെ ഒരു പ്രൊജക്റ്റ് വന്നു. അത് ചെയ്തു. അത് ചെയ്തതിന് ശേഷം നമ്മൾ LICയിലേക്ക് ഫോക്കസ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ LIC ചെയ്യാൻ LIC നമ്മളുടെ ഇവിടെ കോഴിക്കോടൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും നമ്മളിപ്പോൾ LICന്റെ പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്തു. ഗവൺമെന്റ് പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും കോസ്റ്റ് ഗാർഡിന്റെ കോസ്റ്റ് ഗാർഡിന്റെ ഒരു സബ് കോൺട്രാക്ട് വെച്ചിട്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഗവൺമെന്റിനൊക്കെ കറക്റ്റ് എമൗണ്ട് കിട്ടുമോ പൈസ? സെൻട്രൽ ഗവൺമെന്റിന്റെ പക്കയാണ്, കറക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റിന് കുറ്റം പറയുന്നില്ല, എല്ലാവരും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു സാധാരണക്കാരൻ ഇപ്പൊ റെസിഡൻഷ്യലിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു സാധാരണക്കാരന് സോളാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വെക്കുന്ന സമയത്ത് എന്തൊക്കെ സപ്പോർട്ട്, ഹെൽപ്പ്, പോസിബിലിറ്റി ഉണ്ട്? അതേപോലെ തന്നെ അങ്ങനെ ഒരു സോളാർ വെക്കുന്നതുകൊണ്ട് അയാൾക്ക് എന്തൊക്കെ ഏത് രീതിയിലൊക്കെ സേവിങ്സ് പോസിബിൾ ആയിരിക്കും, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ? ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്, നമ്മളൊരു സോളാർ ചെയ്യുന്നു, ഇപ്പോൾ ഒരു വീട്, ഒരു ആവറേജ് വീട് നോക്കുകയാണെങ്കിൽ ഒരു മിനിമം ഇപ്പോൾ ഒരു 3,000-4,000 ഒരു ബില്ല് വരുന്നുണ്ട് 2 month പീരീഡ്. അപ്പോൾ ഫസ്റ്റ് ആസ് ഒരു ക്ലയൻറ്റ് ബേസിൽ തിങ്ക് ചെയ്യുന്ന സമയത്ത് ആ ക്ലയൻറ്റ് ചിന്തിക്കുന്നത് എനിക്ക് ബില്ല് കുറയണം, സോളാർ വെക്കുമ്പോൾ ബില്ല് കുറയണം എന്നുള്ളതാണ്. അത് ഹാപ്പൻസ്. നിങ്ങൾ സോളാർ ചെയ്തോ, ബില്ല് കുറയുന്നു, യു വിൽ ബി ഹാവിങ് ഫിക്സഡ് ചാർജ്. ആ ഫിക്സഡ് ചാർജ് എന്താണോ അത് വരുന്നു. പിന്നെ വേരി ചെയ്യും. ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടർ ഉണ്ട്. വെതർ, അതേപോലെ ആ ഏരിയയിലെ വോൾട്ടേജ് വേരിയേഷൻസ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ കുറയാം. വെതർ നല്ലതാണെങ്കിൽ കൂടാം. പിന്നെ റൂഫ് ടോപ്പും റൂഫ് ടോപ്പ് ആണെന്നുള്ളതും, കാരണം ഇതിനൊരു ആംഗിളും ഒരു സൗത്തിലേക്ക് ഫേസ് ചെയ്തിട്ടൊക്കെ ചെയ്യണം, എന്നാലേ നമുക്കൊരു വേണ്ട ഒരു ഒപ്റ്റിമം എനർജി. പക്ഷേ ഇതിൽ ഒരു ക്ലയൻറ്റ് തിങ്ക് ചെയ്യാത്തൊരു കാര്യമുണ്ട്. അതായത് ഇതൊരു 25 years കമ്പനി വാറണ്ടിയും എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 25 years ഇത് ചെയ്ത കമ്പനി ദേ ഷുഡ് ബി വിത്ത് ദം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും അവിടെ ഒരു ഒക്കറൻസ് ഉണ്ടാവാം. അപ്പോൾ അത് ബാക്ക് പ്രോംപ്റ്റായിട്ട് ബാക്ക് ചെയ്യാൻ ഉള്ള കമ്പനി ആയിരിക്കണം ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ത്രൈവ് ചെയ്ത് അതിന് വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ അതുപോലെ ആവണം, നമുക്കതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. ആൻഡ് സോഫാർ വി തിങ്ക് നമ്മളതിൽ സക്സീഡ്. നമ്മളതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് എന്താ വെച്ചാൽ അതിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ലൈക്ക് പാനലും ഇൻവെർട്ടറും എല്ലാവർക്കും അറിയാം. അതിനെ അനുബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചെറുതും വലുതായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. ആളുകൾക്ക് അത് അത്ര അവെയർ അല്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഏത് പാനലാണ്, നിങ്ങൾ ഏത് ഇൻവെർട്ടറാണ് യൂസ് ചെയ്യാമെന്ന് ചോദിക്കുകയുള്ളൂ. ബാക്കിൽ നിങ്ങൾ സ്ട്രക്ചർ ഏതാണെന്നോ, അതൊരു GI ആണെന്നോ, GP ആണെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന DC കേബിൾ എന്താണെന്നോ ഒന്നും ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ BOM വളരെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കമ്പനിയിലെ ഫസ്റ്റ് ഒരു SOP തന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റിയും ബ്രാൻഡും നമ്മൾ ഫിക്സ് ചെയ്തു. ഈവൺ ഒരു പൈപ്പ് ആയാലും, ഇലക്ട്രിക് പൈപ്പ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കേബിൾ ആണെങ്കിലും, ഒരു സ്ക്രൂ ആണെങ്കിലും, നമ്മൾ അതിന്റെ ബ്രാൻഡും അതിന്റെ ക്വാളിറ്റിയും നമ്മൾ എന്താക്കി ഫസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മളത് പർച്ചേസ് ചെയ്ത് വെച്ചു. എന്നിട്ട് സൈറ്റിലേക്ക് നമ്മളവിടെ നിന്ന് തന്നെയാണ് എന്താക്കുക, എല്ലാ സാധനങ്ങളും നമ്മൾ സൈറ്റിലേക്ക് അയക്കാം. കാരണം നമ്മൾ കണ്ടൊരു റോങ് പ്രാക്ടീസ് ആണ്. ഇപ്പോൾ ചില ആൾക്കാർ ചില സാധനങ്ങൾ വിട്ടിട്ടൊക്കെ പോകും, അതായത് അവിടുന്ന് വാങ്ങും. അപ്പോൾ അത് ചിലപ്പോൾ ക്വാളിറ്റിയുള്ള സാധനം ആയിക്കൊള്ളുന്നില്ല അവർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു 25 years റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും
ആ 25 years റൺ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഉള്ള സാധനമാണെങ്കിൽ ഇത് ഉണ്ടാവുള്ളൂ, റൺ ചെയ്യുള്ളൂ. അപ്പോൾ BOM വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിൽ ഓഫ് മെറ്റീരിയൽസ്. നമ്മളത് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഇല്ലാണ്ട് നമ്മൾ എന്താക്കാറില്ല, എന്തായാലും ചെയ്യാറില്ല. ജസ്റ്റ് പാനൽ ഇൻവെർട്ടർ എന്നുള്ള മാത്രമല്ല, ബാക്കി പിന്നെ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ കോസ്റ്റൽ സോൺസിലൊക്കെ നമുക്ക് ഒരുപാട് പ്രൊജക്ട്സ് വരുന്നത്. ഈവൻ ചിലപ്പോൾ 16 kg യൂസ് ചെയ്താൽ മതിയല്ല, ചിലപ്പോൾ 14 kg ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. കാരണം എന്നാലേ റസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഇല്ലാണ്ട് നമുക്ക് എന്താവുള്ളൂ, ഇത് കിട്ടുള്ളൂ. പാനലിലെ ഏറ്റവും സപ്പോർട്ടിങ് സാധനമാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് ജസ്റ്റ് എല്ലാവരും പ്രൈസിങ് എങ്ങനെയാണ്, 3 kilowatt പ്രൈസിങ് എന്താണ്, 5 kilowatt പ്രൈസിങ് എന്താണെന്ന് ചോദിക്കാല്ലാണ്ട് അതിലെന്ത് മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ബാക്കി പാനലും ഇൻവെർട്ടർ അല്ലാണ്ട് വേറെ ഒന്നും ആളുകൾക്ക് അറിയില്ല. അതേപോലെ മിനിമം ഇത്ര എമൗണ്ട് എങ്കിലും ബില്ല് വരുന്ന ഒരാൾ ഇത് ചെയ്തിട്ടല്ലേ കാര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു എമൗണ്ട് ഉണ്ടോ? അത് എല്ലാവരും ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമുക്കൊരു 2 months കൂടുമ്പോഴാണ് നമുക്കൊരു ബില്ല് വരാറുള്ളത്. 3,000 4,000 എങ്കിലും വന്നാലാണ് ഓക്കെ. പിന്നെ ഇപ്പൊ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു ക്ലയന്റിനോട് ഇങ്ങനെ സംസാരിച്ചപ്പം അതിൽ എനിക്കൊരു ഇത് വന്നത്, ഒരു തോട്ട് വന്നത് എങ്ങനെയാണ്, കാരണം പുള്ളിക്ക് വരുന്നത് 1,500 ഉള്ളൂ. പക്ഷെ നമ്മളെ വെതർ ഇപ്പം അറിയാലോ, സമ്മറിലാണ് നമ്മളിപ്പോൾ പോകണം. അപ്പം പുള്ളി 2 AC വാങ്ങി വെച്ചു. വീട്ടിൽ AC ഇല്ലാത്ത ഒരാളായിരുന്നു, 2 AC വാങ്ങി വെച്ചു. പുള്ളി EV വെഹിക്കിൾ എടുത്തു. സോ നമ്മുടെ എന്താ പറയുക, അപ്രോച്ചും മാറി തുടങ്ങി. അപ്പോൾ ഈ ഒരു 1,500 ബില്ല് വരുന്ന ഒരാൾക്ക് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ മാറുകയാണ്. കാരണം അവരെ യൂട്ടിലിറ്റി സ്കെയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തിങ്ക് ചെയ്യുന്നത്, ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഓൺ ദ സേഫർ സൈഡ്, റൈറ്റ്, ഞാനിതൊക്കെ മേടിക്കാൻ പോവുകയാണ്, ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ, EV പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ഇതിനെ കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ സിമ്പിൾ മാത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1,500 സ്ക്വയർ ഫീറ്റിലൊരു വീട്, അവിടെ ഒരു നോർമൽ ഉണ്ടാവേണ്ട എല്ലാ അപ്ലയൻസസും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു 2,000-3,000 റേഞ്ചിൽ ബില്ലും വരുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് എത്ര വരും, അയാൾ എത്ര വാട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, അയാൾക്ക് എന്ത് ലാഭമാണ് ശരിക്കും ഉണ്ടാവുക ഓൺ എ മന്ത്ലി ബേസിസ്, അല്ല 2 months ബേസിസ്? ബൈ മന്ത്ലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 3 kilowatt ആണ് നമ്മൾ ചെയ്യുക സിസ്റ്റം. ഇപ്പോൾ ഈ പറഞ്ഞ ബില്ല് പറയുന്ന ഒരാൾക്കാണെങ്കിൽ അപ് ടു ഒരു 6,000 വരെ നമുക്ക് 3 kilowatt ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് 2 മാസത്തേക്കുള്ള ബിൽ എമൗണ്ട്, സോളാർ വെച്ചാൽ മന്ത്ലിയാണ് ബില്ലിങ് വരിക, മന്ത്ലി ബില്ലിങ് സൈക്കിളിലോട്ടാണ് വരിക. അപ്പോൾ അവർക്ക് സൈക്കിൾ മാറി. അപ്പോൾ അത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മന്ത് കറക്റ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എത്ര ഗ്രിഡിൽ നിന്ന് എടുത്തു, നിങ്ങൾ എത്ര അങ്ങോട്ട് കൊടുത്തു, സോ ഫോർ എ ആനുവൽ നിങ്ങൾ ആ ഫിനാൻഷ്യൽ ഇയർ നോക്കുമ്പോൾ എത്ര നിങ്ങൾക്ക് അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, ഒക്കെ ബാലൻസ്ഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മന്ത്ലി ചെയ്യുന്നത്. KSEBയുടെ പാർട്ടിൽ നിന്ന് അവരത് വളരെ ഡീസൻ്റ് ആയിട്ട് അത് ചെയ്തു പോകുന്നുമുണ്ട്. അപ്പം ഈ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ബില്ലിൽ നള്ളിഫൈ ആവും ഈ 3,000. ആ സമയത്ത് നമുക്ക് ജനറേഷൻ ചിലപ്പോൾ കൂടുതലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 3 kilowatt വെച്ചാൽ ഒരു 4 units ആണ് നമ്മൾ പെർ ഡേ പറയുക. അപ്പോൾ 12 യൂണിറ്റ്, 12 × 30 360 യൂണിറ്റ് ഉണ്ടാവണം ഒരു മാസത്തോട്ട്. അപ്പോൾ ആ മാസം നിങ്ങളുടെ യൂട്ടിലിറ്റി വന്നിട്ട് 300 units ആണെങ്കിൽ 60 units പ്ലസ്സിലാണ്. അത് ഗ്രിഡിലോട്ട് നമ്മൾ കൊടുത്തതാണ്. നെക്സ്റ്റ് മന്ത് നിങ്ങൾക്കത് വന്നിട്ട് അതൊരു 400 യൂണിറ്റ് ആയ ആ എക്സസ് കൊടുത്ത് 60 ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ് ആണ് നമ്മൾ ടാലി ചെയ്യുന്നത് ആക്ച്വലി. അതായത് March 31 വരെ അതിൻ്റെ ഒരു ബാങ്കിങ് നടക്കും. March 31 ആകുമ്പോൾ അവർ സെറ്റിൽമെന്റ് ചെയ്യും. നമ്മൾ എക്സസ് എത്ര കൊടുത്തിട്ടുണ്ടോ അതിന്റെ ഒരു പ്രൈസ് ആയിട്ട് അവർ തരും. അതിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് തരും അപ് ടു മാർച്ച് വരെ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു 3 നിയർലി 3 അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു പേ ബാക്ക്. എക്സസ് എനർജിക്ക് നമ്മൾ അങ്ങനെ കൊടുത്തേനെ. അതെങ്ങനെ ചാർജ് പറയും? എങ്ങനെ അത് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോൾ അവർ ടോട്ടൽ ഓരോ മന്തിന്റെയും അവർക്കുണ്ടായ ജനറേഷൻ കോസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് അവരത് ഫിക്സ് ചെയ്യുക. 2 to 3 എന്നാണ് നമ്മൾ പൊതുവെ പറയാം ആസ് എ തമ്പ് റൂൾ കസ്റ്റമറിനോട് പറയുമ്പോൾ. പിന്നെ അത് വലിയൊരു എക്സ്പെക്ടേഷനിൽ നമുക്ക് വെക്കേണ്ട, അത് കുറഞ്ഞു വരും. നമ്മളെ അതിപ്പോൾ 1 രൂപയുടെ താഴെ പോവാം, പക്ഷെ നമുക്ക് നമ്മുടെ യൂട്ടിലിറ്റി പെർഫെക്റ്റ് ആക്കുക എന്നുള്ള രീതിയിലുള്ള കോൺസെപ്റ്റ് കണ്ടാവാം. അതേപോലെ ഇപ്പോൾ സാധാരണക്കാർക്ക് ഈ പറഞ്ഞ സബ്സിഡീസും ലോൺസും ഒക്കെ അവൈലബിൾ ആണല്ലോ, അതിനെപ്പറ്റിയൊക്കെ എത്ര അവെയർ ആണ്? ബേസിക്കലി സബ്സിഡി എന്ന് പറഞ്ഞാൽ 78,000 ഫിക്സ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്, അപ് ടു 78,000. ലൈക്ക് ഇപ്പോൾ ഒരു അത് എത്ര വാട്ട് വരെ? 3 kilowatt വരെ. ഇനി 3 അബവ് ചെയ്യുകയാണെങ്കിലും 78,000 ആണ്, അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 kilowatt വരെ നമുക്ക് ലോൺസ് വെരി ഈസിയാണ്. നമുക്ക് നാഷണലൈസ്ഡ് ബാങ്ക്സിൽ നിന്ന് നമുക്ക് അപ് ടു 2 lakh rupees വരെ നമുക്ക് ലോൺ കിട്ടും. അതൊരു 6.75% ഏകദേശം ആ ഒരു എമൗണ്ട് തന്നെ ആവുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 220 to 30 ഒരു കോസ്റ്റ് വരും. അത് നമ്മളൊരു സ്ട്രിങ്ങിന്, അതായത് നമ്മൾ നോർമലി റെസിഡൻഷ്യൽ കേസിൽ വരാണെങ്കിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് ഇൻവേർട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മൈക്രോ ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ഷെയ്ഡിങ് ഫാക്ടേഴ്സ് വരുത്തുന്നുണ്ട്. അതായത് മരങ്ങളെ കൊണ്ട് നമുക്ക് ഷെയ്ഡിങ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഈ സ്ട്രിങ് ഇൻവേർട്ടർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവിടെ നമ്മൾ ഈ മൈക്രോ ഇൻവേർട്ടേഴ്സാണ് കൂടുതൽ യൂസ് ചെയ്യുക.
അപ്പോൾ ആ ഒരു മൈക്രോ ഇൻവേർട്ടർ കുറച്ചൊരു എക്സ്പെൻസീവ് ആണ് കമ്പയർഡ് ടു സ്ട്രിങ് ഇൻവേർട്ടേഴ്സ്. പക്ഷേ അതിനുള്ള ഒരു എന്താ പറയുക ക്വാളിറ്റി അതിനുണ്ട്. ലൈക്ക് നമുക്ക് കൺസപ്ഷൻ എത്ര കൺസ്യൂം ചെയ്തു, നമ്മൾ എത്ര KCB കൊടുത്തു, അങ്ങനെ ഡാറ്റാസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. പാനലിന്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ അതെ. പിന്നെ നമുക്ക് പാനലിന് എന്തെങ്കിലും ഒരു സിംഗിൾ പാനലിന് എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വരെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ ഓരോ പാനലിന്റെ ജനറേഷൻ ഡാറ്റ നമുക്ക് കിട്ടും. അപ്പം ഇവിടെ കുറേ സ്ഥലത്ത് നമുക്ക് അങ്ങനെ എന്താ പറയുക മൈക്രോ ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് എല്ലാവരും ചോദിക്കുക 3 കിലോവാട്ട് ചെയ്യണം. പക്ഷേ ആക്ച്വലി നമ്മൾ സജസ്റ്റ് ചെയ്യുക നമ്മളൊന്ന് വന്നിട്ടൊന്ന് എസ്റ്റിമേറ്റ് ചെയ്തോട്ടെ, നമ്മളൊന്ന് വന്നിട്ട് നിങ്ങളെ വീടിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ടെക്നോളജി, അതായത് ഇത് വെച്ചെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറയുന്ന യൂണിറ്റ്സ് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അവരെ വീടിൻ്റെ ഒരു പൊസിഷനിങ് അത് ഡിപ്പെൻഡ് ചെയ്യും. ഷെയ്ഡിങ് ഉണ്ടോ, അതിൻ്റെ റൂഫ് എങ്ങനത്തെ റൂഫാണ്. അപ്പോൾ ഇവിടെ അധികം സ്ലോപ്പ് റൂഫ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതിന് സ്ട്രക്ചർ വർക്കും കാര്യങ്ങളും അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. അധികം കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ വോൾട്ടേജിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പം കസ്റ്റമേഴ്സ് ആക്ച്വലി ഇതിൽ അത്ര അവെയർ ഇല്ലാത്തതിനെ കൊണ്ടാണ് അവർ 3 കിലോവാട്ട് എന്താണ് കോസ്റ്റ്, 5 കിലോവാട്ട് എന്താണ് കോസ്റ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. അതങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ല, ഒരു സിംഗിൾ പ്രൊഡക്റ്റ് അല്ല. ഇതായിട്ട് അനുബന്ധപ്പെട്ട ഒരുപാട് പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്ത്. അല്ല, സരിത സോളാർ 3 കിലോവാട്ട് വരെ എത്തി. ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതെ. ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ശരിക്കും റൂഫിംഗ് എങ്ങനെയാ വരിക നമ്മൾ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം? ഇപ്പോഴത്തെ ടെക്നോളജി പറഞ്ഞാൽ ബൈഫേഷ്യൽ ടോപ്പ് കോൺ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ബൈഫേഷ്യലിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് താഴെ ഭാഗത്തു നിന്നും കൂടി റിഫ്ലക്ഷൻ വെച്ചിട്ട് നമുക്ക് ജനറേഷൻ കിട്ടും. അപ്പോൾ ഇത് ഫ്ലാറ്റ് റൂഫും ആണ്. നമ്മൾ ഒരു 1 മീറ്റർ ഹൈറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിഫ്ലക്ഷൻ കൂടി വെച്ചിട്ട് നമുക്ക് കൂടുതൽ ജനറേഷൻ കിട്ടും. പിന്നെ ഇപ്പൊ നമ്മള് കമേഴ്ഷ്യൽ ചെയ്തത് ഇൻറൂഫ്, നമ്മള് കമേഴ്ഷ്യലിൽ പിന്നെ ഇൻറൂഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്പെഷ്യലൈസ്ഡ് ഒരു സംഭവം ഉണ്ട്, നമ്മളത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ബൈഫേഷ്യൽ ബൈഫേഷ്യൽ വെച്ചിട്ട് ചെയ്താൽ കുറച്ചും കൂടി ആസ്തെറ്റിക് ബ്യൂട്ടി അതിലുണ്ടാവും. ഇപ്പം ഒരു കഫേ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവിടെ ഓൾറെഡി നമ്മൾ പാനൽസ് എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന്റെ താഴെ ഒരു കഫേ വരാൻ വേണ്ടി പോവാണ്. 1000 സ്ക്വയർ ഫീറ്റ് ഒരു 1000 സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ ഉണ്ടാവും. ഈ പാനൽസിന്റെ കേസ് പറയുമ്പോൾ ശരിക്കും ഇന്ത്യയിൽ ഭയങ്കര എക്സ്പെൻസ് കുറഞ്ഞെന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഞാൻ അറിഞ്ഞിടത്തോളം ചൈനയിൽ നിന്നാണ് ഏകദേശം 85% പാനൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം അവിടുത്തെ പ്രൈസ് കുറവായതും പിന്നെ അവിടെ ലെസ് ഡിമാൻഡ് ആയതുമാണ് അതിന് കാരണം എന്ന് കണ്ടെത്തിയത്. ശരിക്കും ഇന്ത്യയിലൊക്കെ എപ്പോഴാണ് നമുക്ക് പാനൽ കുറച്ചുകൂടി ഒരു ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ കിട്ടുക? പ്രൈസിങ് കമ്പയർ ചെയ്യുമ്പോൾ മുന്നത്തെ പ്രൈസിങ് വെച്ച് നോക്കുമ്പോൾ എത്രയോ കുറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കുള്ളൊരു വിഷയം എന്താ വെച്ചാൽ നമുക്ക് സെൽ മാനുഫാക്ചറിങ് അത്ര അങ്ങോട്ട് വന്നിട്ടില്ല. നമുക്ക് ബാക്കി ഇതിൻ്റെ അസംബ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. സെൽ മാനുഫാക്ചറേഴ്സ് ഇവിടെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ആ ഒരു സെല്ല് മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുക, അപ്പോഴേ നമുക്ക് ഈ പറഞ്ഞ പാനൽസിൻ്റെ കോസ്റ്റ് ഒരു ചൈനൻ്റെ ഒക്കെ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. അത് ഇവിടെയുള്ള സാധാരണ ബാറ്ററി മാനുഫാക്ചറേഴ്സ് വിചാരിച്ചാൽ ഇല്ല, അത് കുറച്ചൊരു അത് ആ സെല്ലല്ല. ആക്ച്വലി ഇത് വരുന്നത് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കൺ സെൽസ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ അത് പെർവോസ്കി സെൽസിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ടെക്നോളജി മാറി വരികയാണ്. ഇപ്പോൾ ടോപ്പ് കോൺ എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ സെല്ല് കൊണ്ടുവരണം. അപ്പോൾ അത് ഇങ്കോട്ട് എന്ന് പറഞ്ഞിട്ടൊരു റോ മെറ്റീരിയൽ ആണ്. അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ഈ ബ്രെഡ് സ്ലൈസ് ചെയ്യുന്ന പോലെ തന്നെയാണ് സ്ലൈസ് ചെയ്ത് ആ പാനൽ മാനുഫാക്ചറിങ് ഇപ്പോൾ ഒരുപാടുണ്ട് ഇന്ത്യയിൽ. ഗുജറാത്തിലൊക്കെ നമുക്ക് ഒരുപാട് പാനൽ മാനുഫാക്ചറേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ സോളാറിനെ പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും കമ്പാരിസൺ വരാറുള്ളത് ഇന്ത്യയിലെ പാനൽ പ്രൈസ് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഹൈ ആണ്. അതെ. ചൈനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു സത്യമാണ്. ഇപ്പൊ ഇതാണ് അതിന്റെ ഒരു റീസൺ. ഇതാണ് നമുക്ക് സെൽ മാനുഫാക്ചറിങ് കപ്പാസിറ്റിയിലൊക്കെ നമ്മൾ വരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യന് കറക്റ്റ് ഒരു ഈക്വലന്റ് ടൈമാണ് ഇപ്പൊ നമുക്ക്. കാരണം നമുക്കിപ്പം ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഇല്ല. ഇന്ത്യ സ്വന്തമായിട്ട് ഭയങ്കരമായിട്ട് മാനുഫാക്ചറിങ് തുടങ്ങി കുറെ എക്സ്പോർട്ട് പോകുന്നുണ്ട്. ഈ DCRന്റെ റിക്വയർമെന്റ് വന്നു. ചില ഗവൺമെന്റ് പ്രൊജക്ട്സിലോട്ട് വലിയ മെഗാവാട്ട് സ്കെയിലുള്ള പ്രൊജക്ട്സ് ഉണ്ട്. അതിലോട്ടൊക്കെ ഇപ്പം NTPC ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് എന്ന് പറയും. ഈ സെല്ല് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സെല്ലാവണം എന്നുള്ള ഒരു മേക്ക് ഇൻ ഇന്ത്യ അതിലെ സബ്സിഡി കിട്ടത്തുള്ളൂ. അത് മിക്സ് ചെയ്ത് വെച്ചാലൊന്നും സബ്സിഡി കിട്ടത്തില്ല. അത് എന്തെങ്കിലും കാരണം കൊണ്ട് അത് പിടിച്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാനൊക്കെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് ചെയ്യരുത്, DCRനെ വെച്ച് ചെയ്യണം. സോളാർ പാനൽ വെച്ചതുകൊണ്ട് നമുക്ക് എക്സസ് എമൗണ്ട് ഓഫ് ഇത് വരുന്ന സമയത്ത്, എനർജി വരുന്ന സമയത്ത് നമുക്കത് KSEBക്ക് കൊടുത്തുകൊണ്ട് കാശ് ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അതെത്ര അതിൻ്റെ ഒരു ജെന്യൂനിറ്റി എന്താണ്? നിങ്ങളിപ്പോൾ ഒരുപാട് പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളെ കസ്റ്റമർ ബേസിൽ അങ്ങനെ എമൗണ്ടുകളൊക്കെ കിട്ടിയിട്ടില്ല? അതിലൊരു കേസറാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സബ്സിഡിയിലുള്ള പ്രൊജക്റ്റാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ അതിൻ്റെ കോസ്റ്റ് ഡിഫറെൻറ്റാണ്.
അതായത് അവർ 2 rupees തരുന്നുള്ളൂ. നമ്മൾ സബ്സിഡിയിലാണ് ആ പ്രൊജക്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ എക്സസ് കൊടുക്കുന്നതിന് അവർ 2 rupees തരുള്ളൂ. അത് സബ്സിഡി അല്ലാണ്ട് നമ്മൾ ഇമ്പോർട്ടഡ് സെൽസ് വെച്ച് ചെയ്യുന്നതിന് അവർ 3 rupees തരുന്നുണ്ട്. പക്ഷെ നമ്മളെ കേരളത്തിൽ അങ്ങനത്തെ വിഷയമില്ല. അതായത് യൂണിറ്റിന്റെ എങ്ങനെയായാലും സബ്സിഡിയിലായാലും നോൺ സബ്സിഡിയിലായാലും യൂണിറ്റ് റേറ്റ് ഫിക്സ്ഡ് ആണ്. അതൊരു മാക്സിമം 3 rupees ആണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത പ്രോജക്റ്റിൽ അങ്ങനെ കിട്ടിയ ഒരുപാട് പേരുണ്ട്. കിട്ടുന്നുണ്ട്. പിന്നെ ഇതില് ഇപ്പൊ ഈ കാര്യം ചോദിച്ചപ്പോൾ നമ്മളൊരു റവന്യൂ ജനറേഷനെക്കാട്ടും ബെറ്റർമെന്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു, റഷീദ് സാർ പ്രൊജക്ട് ഇവിടെ ചേവരമ്പലം എന്ന സ്ഥലത്താണ്, കോഴിക്കോട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് 10 kilowatt. പുള്ളിയുടെ വീട് ഫുള്ളി ലോക്ക്ഡ് ആയിരിക്കും എപ്പോഴും, കാരണം പുള്ളി ഇവിടെ ഉണ്ടാവാറില്ല, പുള്ളി വിദേശത്താണ്. ബട്ട് ഹീ ഈസ് ഹാവിങ് എ റിസോർട്ട് ഇൻ വയനാട് ആക്ച്വലി. അപ്പം അവിടെ അറിയാലോ വെതർ ഡിഫറെൻ്റ് ആണ്, ജനറേഷൻസിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പം നമ്മുടെ ഒരു വീലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് പവർ ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ ഏത് ഭാഗത്തേക്കും അണ്ടർ ദ സെയിം നെയിം, അണ്ടർ ദ സെയിം മീറ്റർ ആണെങ്കിൽ, സെയിം മീറ്റർ അല്ല സെയിം കൺസ്യൂമർ നെയിം ആണെങ്കിൽ നമുക്കത് അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. സോ ഇവരിവിടെ പകുതി ദിവസവും ഉണ്ടാകത്തില്ല, ഒരു വർഷത്തിൽ 3 മാസമൊക്കെ ഇവിടെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത്രയും കറണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് ബൈപ്പാസ് ചെയ്യുന്നത്, അവരെ റിസോർട്ടിലോട്ടാണ് ബൈപ്പാസ് ചെയ്യുന്നത്, അവിടെയാണ് സേവ് ചെയ്യുന്നത്. KCB ചാർജിങ് ലൈക്ക് 8 rupees ഒക്കെ ഒരു ആവറേജ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ആ ഒരു കൺസെപ്ഷൻ ടാലി ചെയ്താലാണ് കൂടുതൽ നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക. അതിനുള്ള മോണിറ്ററി ബെനിഫിറ്റ് നോക്കുന്നതിനെക്കാട്ടും നല്ലത് യൂണിറ്റ് ബെനിഫിറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതാണ് നല്ലത്, വേറെ എങ്ങോട്ടെങ്കിലും എക്സ്പോർട്ട് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ ഉണ്ടാവില്ല, മുകളിൽ റൂഫ് ടോപ്പ് ഇല്ലാത്ത തരത്തിലുള്ള ബിൽഡിങ്ങുകളൊക്കെ, അവർക്കൊക്കെ ഇങ്ങനത്തെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റും. സെയിം നെയിം ആവണമെന്നുള്ള ഒരു റൂള് മാത്രമേ ഉള്ളൂ. KCBയിൽ 2 നെയിമും സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് ചെയ്തിട്ട് മറ്റേ സ്ഥലത്തേക്ക് വീൽ ചെയ്യാൻ പറ്റും. അതെ, വീലിംഗ് എന്നാണ് അതിന് പറയാം. ഇന്ന് ലോകത്തിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സോളാർ പാർക്ക് ശരിക്കും ഇപ്പോൾ ഇന്ത്യയിലല്ല, ബദ്ല സോളാർ പാർക്ക് എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യ ശരിക്കും സോളാർ ഇൻഡസ്ട്രി മൊത്തമായിട്ട് മാറ്റാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലല്ലേ? കാരണം ഇപ്പം വേറെ ഏത് രാജ്യത്തുള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് ഏകദേശം 300 days നമുക്ക് ശരിക്കും സോളാറിൻ്റെ ഒരു അവൈലബിലിറ്റി ഉണ്ട്. അപ്പം ഇന്ത്യ ശരിക്കും സോളാർ ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കുമോ? ഇന്ത്യ സോളാർ ഇൻഡസ്ട്രീനെ മാറ്റിമറിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പം 91 കമ്പനീസ് ഉണ്ട് ഇന്ത്യയിൽ മാനുഫാക്ചറിങ്ങിൽ, സോളാർ മാനുഫാക്ചറിംഗ്, പാനൽ മാനുഫാക്ചറിംഗ് 91 ടിൽ ഡേറ്റ്. ഇനിയുണ്ട് കുറേ കമ്പനീസും കൂടെ എംപാനൽഡ് ആവുന്നുണ്ട്. അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് മൊഡ്യൂൾ മാനുഫാക്ചറേഴ്സിനകത്ത് വരുന്നതാണ് അത്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനീസ് ഇവിടെ ഉണ്ടായിട്ട് വരെ നമുക്ക് നമ്മുടെ ഡിമാൻഡ് മീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അവർക്ക് എക്സ്പോർട്ടും ഉണ്ട്, ഓക്കെ, അവർക്ക് എക്സ്പോർട്ടും ഉണ്ട്, ഇവിടത്തോട്ടും തരുന്നുണ്ട്. പക്ഷെ എന്നിട്ട് തന്നെ നമ്മളെ ഈ ടോട്ടൽ സ്റ്റേറ്റ്സിലേക്കുള്ള ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ മൈറ്റ് ബി നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ മതി ടോട്ടൽ മാർക്കറ്റ്, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം എനി ഹൗ. ഞാൻ ചോദിക്കുന്നത് പല യൂറോപ്യൻ കൺട്രീസിലും ശരിക്കും നമുക്ക് ഉള്ള അത്ര പോലും അവൈലബിലിറ്റി ഇല്ല, സണ്ണിൻ്റെ ഒരു ലഭ്യത ഒക്കെ വളരെ കുറവ്. അതായത് നമുക്ക് 300 days കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ട് പല ഇതിലും ആർട്ടിക്കിൾസിലൊക്കെ കണ്ടു. എന്നിട്ട് പോലും നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഒരു ബാഡായിട്ടുള്ളൊരു കാര്യമല്ലേ ശരിക്കും നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പോളിസീസും റെഗുലേഷൻസും ആയിരുന്നു ഇത്രയും ഡിലേ വരാൻ കാരണം ഇപ്പം ഞങ്ങളിവിടെ കേരളത്തിൽ ഞങ്ങൾ ബിഗിനിങ് ഇവിടെയാണെങ്കിൽ കൂടി ഇപ്പം ഞങ്ങൾ ത്രൂ ഔട്ട് സൗത്ത് ഇന്ത്യ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ സ്റ്റേറ്റിലും ഇപ്പോൾ തമിഴ്നാട് സ്റ്റേറ്റിലുള്ള ഗവൺമെൻറ് പോളിസി ഡിഫറെൻ്റ് ആണ്, അതേപോലെയല്ല കർണാടക, അപ്പോൾ അതേപോലെയല്ല തെലുങ്കാന. അപ്പോൾ അവിടെയൊക്കെ പോണ സമയത്ത് അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം ഒരു 2 years ബാക്കാണ് നമ്മൾ തെലുങ്കാന, 2 വർഷം മുന്നേ അല്ലേ തെലുങ്കാനയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് അവിടെ വീലിംഗ് ഓപ്ഷൻസ് ഇല്ല, അതേപോലെ തന്നെ ഈ നെറ്റ് മീറ്ററിങ്ങിന്റെ കണ്ടീഷൻസ് ഒന്നും ഇല്ല. എന്താണോ നിങ്ങൾ എക്സ്ട്രാ കൊടുത്തത് അതിനുള്ള കാശ് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം. അപ്പം ഇത് അണ്ടർ 1 rule 1 റെഗുലേഷനിൽ വന്നു കഴിഞ്ഞാൽ, അതിനാണ് ഈ MNRE എന്ന് പറഞ്ഞ ബോഡി, അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് സ്പോണ്ടേനിയസ്ലി ഹാപ്പൻ ആവും. കാരണം എല്ലായിടത്തും ഒരേപോലെ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റും. മറ്റു ഓരോ സ്ഥലത്തും ഓരോ റൂൾ ആകുമ്പോൾ ഈ സബ്സിഡി കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അവർ പോർട്ടൽ സെറ്റ് ചെയ്തു, ആ പോർട്ടലിലൂടെ തന്നെയാണ് ഇപ്പൊ എല്ലാ സ്റ്റേറ്റിലുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളും പോകുന്നത്. ഇപ്പൊ നമുക്ക് കറക്റ്റ് കൗണ്ട് അറിയാൻ പറ്റും, ഓരോ സ്റ്റേറ്റ് എത്ര ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ 3rd പൊസിഷനിലാണ് ഉള്ളത്. നമ്മൾ ഇത്രയും ചെറിയ സ്റ്റേറ്റ് ആയിട്ട് പോലും നമ്മൾ 3rd പൊസിഷനിലാണ്, കേരള 3rd പൊസിഷനിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ ആക്സെപ്റ്റൻസ് ആണ് ബാക്കി സ്റ്റേറ്റ്സിനെക്കാട്ടും കൂടുതൽ ആക്സെപ്റ്റൻസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് അത് നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഇപ്പോൾ സോളാറിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഏകദേശം എത്ര % ഒക്കെ ആയിട്ടുണ്ട്? ഇന്ത്യയിൽ പെർസെൻറ്റേജ് വൈസ് ഒക്കെ വളരെ ഒരു മൈനർ ഇതിൽ തന്നെ ആയിരിക്കും. കാരണം ഈവൻ ഇപ്പോൾ ഗവൺമെൻറ് വരെ അവരെ ഓൺ ബിൽഡിങ്സിലും പ്രിമൈസസിലും സോളാർ പ്രൊമോട്ട് ചെയ്യാൻ കാരണം അതാ. കാരണം നമുക്ക് 2070 ആകുമ്പോഴേക്കും വി ഹാവ് ടു അറ്റൈൻ കാർബൺ ന്യൂട്രാലിറ്റി ഇന്ത്യയിൽ.
അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഈ 2030 ആകുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു 40% എത്തണം ബൈ 2030 ആസ് പെർ ദ പാക്ട് സൈൻഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എങ്ങനെയെങ്കിലും പ്രാവർത്തികമാക്കിയേ പറ്റുള്ളൂ. ഇതൊരു ഗ്രീൻ എനർജി മൂവ്മെൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ബോഡീസിൽ LIC ഒക്കെ ചെയ്യുന്നുണ്ട് സോളാറിൻ്റെ പ്രൊജക്ട്സ്. LIC ഉണ്ട്, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് MES. അപ്പോൾ ഇവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്കൊരു വിങ്ങനുണ്ട് ഈ സോളാർ ചെയ്യാൻ ഉള്ള പ്രൊജക്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര % ആയിട്ടുണ്ടാവും ഇന്ത്യയിൽ? ഏകദേശം പെർസെൻറ്റേജ് വൈസ് പറയുകയാണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് പറയുകയാണെങ്കിൽ ഒരു 30% ഒക്കെ ഉണ്ടാവും. ഒരു വേഗമായിട്ടുള്ളൊരു ആൻസർ ആണത്. ഓക്കെ ഓക്കെ. അപ്പം സോളാർ ഇംപ്ലിമെന്റേഷൻ്റെ കേസിലാണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലാണെങ്കിലും ഒക്കെ ഇനി വലിയൊരു ഒരു ബൂം ഇനിയും വരാനുണ്ട്. അതെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ഇനിയും നമുക്ക്, കാരണം ഇപ്പോഴും സ്റ്റിൽ പാനലും പ്രൊഡക്ട്സും ഒക്കെ ഷോർട്ടാണ്. ആളുകൾ ഇപ്പോഴത്തെ ഒരു സിനാരിയോ വരാണെങ്കിൽ പാനൽസ് കിട്ടാനില്ല, പ്രത്യേകിച്ച് DCR. അപ്പം ഇനിയും ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായാലും അല്ലെങ്കിൽ EPCസിനായാലും ഇനിയും സ്റ്റിൽ സ്കോപ്പ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റലേഷൻ എന്നുള്ളൊരു സെക്ടറിലേക്ക് ഒരു പുതിയ കമ്പനി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് മാർജിൻ പ്രതീക്ഷിക്കാം? ഇപ്പോൾ നമ്മളൊരു 3-4 years ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരു 5 kilowatt ചെയ്താൽ നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു മാർജിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് ആയിട്ട് എന്തായിട്ടുണ്ട്, അത് മാറിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു റീസൺ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കുറഞ്ഞു, രണ്ടാമത്തെ റീസൺ കോമ്പറ്റീഷൻ വന്നു. അതായത് നമ്മളന്ന് തുടങ്ങിയ ടൈമിൽ എനിക്ക് തോന്നുന്നത് ഒരു മാക്സിമം ഒരു 200 കമ്പനി 300 കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ 1200 കമ്പനി കേരളം മാത്രം കേരളത്തിൽ 1000 കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്, 1000+ കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് എല്ലാവർക്കും വർക്ക് ഉണ്ട്. കാരണം ഇത് ഒരാൾക്ക് മാത്രം കേരളം തേർഡ് പൊസിഷനിലേക്ക് എത്തിയതാണ്. സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ഡെൽസൺ എന്ന് പറഞ്ഞ കമ്പനി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം പോകുന്ന ടൈം വേണ്ടല്ലോ, തിരുവനന്തപുരത്തുള്ള ഒരു കമ്പനിക്ക് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇൻസ്റ്റാളേഷൻ അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇപ്പോഴും ഓപ്പർച്യൂണിറ്റി, ഇനിയും നെക്സ്റ്റ് ഒരു 10-20 years ആ ഓപ്പർച്യൂണിറ്റീസ് നിലനിൽക്കും എന്നുള്ള ഷുവറാണ്. വേറെ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കും നമുക്ക് സോളാറിൽ ഓപ്പർച്യൂണിറ്റി, ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടു മേക്ക് സം മണി ഫോർ എനിബഡി എന്തൊക്കെ ഓപ്ഷൻസ് ആയിട്ടുണ്ടാവും? ഇതിലിപ്പം നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സബ്സിഡീസും കാര്യങ്ങളൊക്കെ റണ്ണിങ് ആണ്. അപ്പം എല്ലാ സ്റ്റേറ്റ്സിലും അണ്ടർ ദ PM സൂര്യഘർ സ്കീമിൽ നമുക്ക് എല്ലാ സ്റ്റേറ്റിലും സബ്സിഡീസ് ഉണ്ട്. 2.5 lakh ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സ്റ്റേറ്റിലും ത്രൂ ഔട്ട് പ്രൊജക്റ്റ് ചെയ്യാം. സോ അതൊരു വലിയൊരു പൊട്ടൻഷ്യലാണ്. ലൈസൻസ് കോസ്റ്റ് ആണ്. അതൊരു BG ആണ് ആക്ച്വലി, ബാങ്ക് ഗ്യാരണ്ടി. അത് ആ സ്റ്റേറ്റിലെ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് നമ്മൾ ആ ഒരു ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ഒരു 5 yearsലേക്കുള്ള ഡെപ്പോസിറ്റ്. ഇപ്പം നമ്മളെ കേസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ കാലിക്കറ്റ് സർക്കിളിൻ്റെ ഒരു വിസിനിറ്റിയിൽ ഒരു നോർത്തേൺ റീജിയൻ എന്ന് പറയാം അല്ലേ, ഓൾമോസ്റ്റ് നോർത്തേൺ റീജിയനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 5+ CR ഞങ്ങൾ ടേൺ ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേരളം മൊത്തത്തിൽ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിൽ ഒരാൾക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ കമ്പനീൻ്റെ ടോട്ടാലിറ്റി ഭയങ്കര ഹയർ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് വേറൊരു സ്റ്റേറ്റിലേക്കൊക്കെ എന്താ പറയുക എക്സ്പാൻഷനിൽ പോകുന്നത്. കാരണം ഓരോ ഈച്ച് ആൻഡ് എവറി നൂക്ക് ആൻഡ് കോർണറിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലാണെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നില്ല. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നിങ്ങളൊരു ഡിസ്പ്ലേ ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാട്ടും കുറവാണ് വരുന്നത്. കാരണം പിന്നെ ഞങ്ങൾക്ക് വേറൊരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി പിച്ചിങ് ചെയ്തൊരു കമ്പനി ആയതുകൊണ്ടും ഈ LIC പോലുള്ള പ്രൊജക്ട്സ് ചെയ്തതുകൊണ്ട് തന്നെ അതർ സ്റ്റേറ്റ്സിൽ ഞങ്ങൾക്ക് റീച്ച് കുറച്ചും കൂടെ ക്വിക്കറാണ്. ഇപ്പം ഞങ്ങൾ മുംബൈയിലും കൂടെ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റേറ്റ് വൈസ് നമ്മൾ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഓരോ സ്റ്റേറ്റിലേക്ക് നമ്മൾ ഈ ഒരു ബാങ്ക് ഗ്യാരണ്ടി നമ്മൾ പേ ചെയ്യണം. അപ്പോൾ നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ ബിസിനസ്സും വരുന്നത് റെഫറൽ ത്രൂ? അതെ, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണ് മെയിൻ നമ്മളെ റെഫറൽസ് വരുന്നത്. പ്ലസ് നമുക്ക് ഒരുപാട് ഫ്രീലാൻസ് ആയിട്ട് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ലൈക്ക് കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് നിങ്ങൾ അവർക്കൊരു എന്താണ് ബെനിഫിറ്റ്? അവർക്കൊരു പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കും. അപ്പൊ അവർ തന്നെ ലീഡ്സും കാര്യങ്ങളും കൊണ്ടുവന്ന് തരും. ലീഡ് കൺവേർട്ട് ആയാലും കൺവേർഷൻ. പിന്നെ ഇന്ന് നമ്മളിപ്പം സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ ഒരു നെഗറ്റീവ് വേയിലേക്ക് ഈ യങ്സ്റ്റേഴ്സ് പോകണമെന്നുള്ളത്. അതായത് ഈ ഡ്രഗ്സും നർക്കോട്ടിക്സും ഒക്കെ നടക്കുന്നുണ്ട്. നർക്കോട്ടിക്സ് ഡേറ്റി ബിസിനസ് തന്നെ. അപ്പം അതിന്ന് ഒരു ഡൈവേർഷനാണ് ആക്ച്വലി. കാരണം ഇപ്പം നമുക്ക് തന്നെ അറിയുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്, അവരിപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് ദർ ഏർണിങ് വെൽ. അപ്പോൾ അവരുടെ മൈൻഡ് ഡൈവേർട്ട് ആവാണ്. കാരണം അവർ നല്ല കോൺടാക്ട്സിലോട്ട് പോകുന്നു. അവർക്ക് ആ റിസ്ക് വരുന്നില്ല. കാരണം അവർ ജസ്റ്റ് ആ ഒരു എന്താ പറയുക ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്ത് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ട് ആ ലീഡ് നമുക്ക് തരുമ്പോൾ ബാക്കി കൺവേർഷൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് സപ്പോർട്ടീവായിട്ട്. അപ്പം കുറേ ആളുകൾക്ക് എന്താ പറയുക ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ
അവരെ ആരും ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുകയല്ല. അവരവരെ ഇഷ്ടത്തിന് ലീഡ്സ് പിക്കപ്പ് ചെയ്ത് നല്ല പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് നിന്നിട്ട് ഒരു 30,000 40,000 ഒക്കെ മന്ത്ലി റെമ്യൂണറേഷൻ കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ഫേമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് പിന്നെ അതിൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഒരു മാറ്റർ ആയിട്ട് വരുന്നൊരു കേസല്ല. സെയിൽസ് സ്കില്ല് ഉണ്ടായാൽ മതി. സോ ഇപ്പം അസെറ്റ് പോലെ അതുപോലെ ഗാലക്സി ഒരുപാട് പ്രീമിയം ക്ലയൻസിൻ്റെ വീടൊക്കെ നമ്മൾ ഡെൽസൺ ചെയ്തു എന്ന് പറഞ്ഞു, സോളാർ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് പറഞ്ഞു. സോ എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും റെഫറൻസ് ത്രൂ മാത്രം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന, അധികം മാർക്കറ്റിങ്ങിലേക്കും ബാക്കിയുള്ള ഇതിലേക്കൊക്കെ ശരിക്കും എന്താണ് അഗ്രസീവായിട്ട് ഇറങ്ങാത്തത്? അത്രയും ബിസിനസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല എന്നുള്ളതുകൊണ്ടാണ്. അല്ല, ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഗ്രോത്തിങ് പീരീഡ് ഞങ്ങൾ കണ്ടിരുന്നു. ഒരു 5 years ഇൻക്യുബേഷൻ അല്ലെങ്കിൽ 6 year ഇൻക്യുബേഷൻ പീരീഡിൽ ഞങ്ങൾക്ക് നല്ലൊരു ബേസ്മെന്റ് ഉണ്ട്. കാരണം ഞങ്ങളെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വോണ്ട് ടു ബി ദ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ സൗത്ത് ഇന്ത്യ മാർക്കറ്റിലോട്ട് ആദ്യം പിച്ചിങ് ചെയ്ത് ഇവിടെയും ഒന്നൊരു ബേസ് ഫ്രെയിം ആക്കി. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പെട്ടെന്നൊരു വോളിയം നമ്മളിവിടെ കേരള അക്രോസ് എടുത്ത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഫുള്ളി ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ബെൽറ്റിലായി പോകും. അപ്പോൾ ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്പ്രൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയിട്ട് ഞങ്ങൾ നോക്കുന്നത്. അവിടെ നിന്ന് ഇനി വേണം നമ്മൾ ഗെയിൻ ചെയ്ത്. പക്ഷെ അത് കുറച്ചുകൂടി റിസ്ക് ഗെയിമല്ലേ? കാരണം നമ്മൾ അത്യാവശ്യം നമ്മൾ ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്ന മാർക്കറ്റിൽ നിന്ന് നമ്മൾ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് നമ്മളവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ആക്ച്വലി അതൊരു 3 സെഗ്മെന്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് റെസിഡൻഷ്യൽ ഒരു സെഗ്മെന്റ് ആണ്. റെസിഡൻഷ്യൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ടീമുണ്ട്, കമേഴ്ഷ്യൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമുണ്ട്, അതുപോലെ LICയും കോസ്റ്റ് ഗാർഡും ഇങ്ങനത്തെ ഗവൺമെന്റ് എൻറ്റിറ്റീസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ടീമുണ്ട്. അപ്പോൾ 3ഉം നമ്മൾ ഓൾറെഡി നമുക്കൊരു SOP കാര്യങ്ങളെല്ലാം ക്രിയേറ്റഡ് ആണ്. പിന്നെ ഇതിന്റെ റെപ്ലിക്ക ആയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അത് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. മൊത്തം ഓൾ ഇന്ത്യ പിടിക്കാമെന്നാണ് ലക്ഷ്യം. ബട്ട് നമുക്ക് ഇപ്പൊ ഒരു സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഓൾമോസ്റ്റ് 4 സ്ഥലത്തും നമ്മളിപ്പോ നമ്മളെ എല്ലാ രജിസ്ട്രേഷൻസും കാര്യങ്ങളും ഓഫീസും ആയിട്ട് നമ്മളിപ്പോ എല്ലാ സ്ഥലത്തും ഉണ്ട്. എലോൺ മസ്ക് പണ്ട് ഒരു പ്രസ് മീറ്റിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നെവാഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ മാത്രം എനിക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അമേരിക്ക മൊത്തത്തിൽ ഞാൻ പ്രകാശിപ്പിക്കും, അതിനുള്ള ഇലക്ട്രിസിറ്റി അതിൽ നിന്ന് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നു. അത് ശരിക്കും ഒരുപാട് ആൾക്കാരെ ലൈഫ് മാറ്റിമറിക്കുന്ന ഡിസിഷനാണ്. അതുപോലെ ഇപ്പം ഇന്ത്യയിൽ മൊത്തം ഒരു ഡൊമിനേറ്റ് ചെയ്തേക്കുന്ന കമ്പനിയായിട്ട് മാറണം എന്നാണ് ഡേസൺ വിചാരിക്കുന്നത്. ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള സോളാർ ഇൻസ്റ്റാളേഷൻ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ ലൈഫ് അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് മാറ്റിമറിച്ച ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം? 2-3 ഇൻസിഡൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് പരിചയമുള്ള ഒരാൾ ഒരു ബിൽഡിംഗ് റെന്റ് ഔട്ട് ചെയ്യാൻ ട്രൈ ചെയ്തു. ആ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ചൊരു ഉള്ളിലേക്കായിട്ടുള്ള ബിൽഡിംഗ് ആയിരുന്നു. പാർക്കിംഗ് ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ പുള്ളി വിചാരിക്കുന്ന റെന്റ് എന്താവുന്നില്ല, പുള്ളിക്ക് കിട്ടുന്നില്ല. പുള്ളി ചെറിയ ചെറിയ റൂംസ് ആയിട്ട് ഒരു ഹോസ്റ്റൽ പോലെയാണ് പുള്ളി അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പുള്ളി തന്നെ റിസർച്ച് ചെയ്തിട്ട് സോളാറിനെ പറ്റി പഠിച്ച് അങ്ങനെ പുള്ളിയുടെ ഒരു ഐഡിയ ആയിരുന്നു. പുള്ളി നമ്മളെ വിളിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഹോസ്റ്റൽസിന് ACs ഒന്നും വരുന്നില്ല, ഫാനും ഇങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെ മാത്രമേ വരുന്നുള്ളൂ. പിള്ളേർക്കുള്ള ഒരു സെറ്റപ്പ് പോലെ പുള്ളി ചെയ്തത്. പുള്ളി പറഞ്ഞു, ഞാനിത് ഫുള്ള് സോളാർ ചെയ്യാം, എന്നിട്ട് ഞാനത് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടിക്കേണ്ട ആവശ്യം വരില്ല, അതായത് നിങ്ങൾക്ക് കറണ്ട് ബില്ല് അടിക്കേണ്ട ആവശ്യം വരില്ല, എല്ലാത്ത രീതിയിൽ എന്താക്കാം നിങ്ങൾക്ക് ബിൽഡിങ് എടുക്കാനുള്ള രീതിയിൽ. അങ്ങനെ പുള്ളി എന്താക്കി, അത് റെന്റ് ഔട്ട് ചെയ്യാൻ നോക്കി. പുള്ളിക്ക് റിസൾട്ട് ഉണ്ടായി. പുള്ളി എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും റെന്റിനാണ് പുള്ളി പക്ഷെ അത് കൊടുത്തത്. അത് ആളുകൾ ഇതിൽ അത്ര അവെയർ ആയിട്ടില്ല. ഇത് സോളാറിൽ അഡ്ജസ്റ്റ് ആയി പോകുന്ന സംഭവമാണ്. അപ്പോൾ ആളുകൾക്ക് ഓക്കെ മന്ത്ലി നമ്മൾ KCBയിൽ ഇത്ര പൈസ അടിക്കണമായിരുന്നു, അത് സേവ് ചെയ്ത് പോകാന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു കഫേൻ്റെ ഒരു കേസ് പറഞ്ഞല്ലോ, അവർ ഫസ്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഏരിയ അവർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും റൂഫ് ടോപ്പിലാണ്. അപ്പോൾ അവിടെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അവിടെ ഷീറ്റും കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് സോളാർ ചെയ്യാൻ പറ്റുമോ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്തു. നമ്മളതിൻ്റെ ഡ്രോയിങ്സും പ്ലാനും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇപ്പോൾ സക്സസ്ഫുള്ളായി അവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ കഫേ ഇപ്പോൾ ഓപ്പൺ ആവാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മൾ സോളാറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ EVs പറയുകയാണെന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് തോന്നുന്നു കേരളം അതിലൊക്കെ കുറച്ച് മുൻപന്തി തന്നെയാണെന്ന്. അപ്പോൾ എത്ര ടൈം കൊണ്ടായിരിക്കും നമ്മൾ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും കംപ്ലീറ്റ്ലി ഒരു റിന്യൂവബിൾ എനർജിയിലേക്ക് മാറി ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുക? നമ്മളൊരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മളെ 10% അടുത്ത് നമ്മൾ ഓരോ വർഷവും നമുക്ക് ഇലക്ട്രിസിറ്റിൻ്റെ ഡിമാൻഡ് കൂടി വരാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ EVs എല്ലാവരും EV യൂസ് ചെയ്യുന്നുണ്ട്, ACs കൂടാൻ തുടങ്ങി, ഗാഡ്ജറ്റ്സ് കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാം, നമ്മളൊരു സോളാർ 5 കിലോവാട്ട് ചെയ്ത കസ്റ്റമേഴ്സൊക്കെ അപ്ഗ്രേഡ് ചെയ്യാണ്. ഒരു 3 കിലോവാട്ട് 5 കിലോവാട്ട് അപ്ഗ്രേഡ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം അവരെ കിച്ചണിൽ AC വെക്കും, ഹാളിൽ AC വെക്കും. മുന്നേ റൂമിൽ മാത്രം ഉണ്ടായിരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇനിയും ഫ്യൂച്ചറായി നമ്മൾ നോക്കുകയാണെങ്കിലും ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഒക്കെ കൂടുള്ളൂ.
അപ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവൂല എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ അത് നിയർ ഫ്യൂച്ചറിലൊന്നും നടക്കൂല. അപ്പൊ അതെ അതെ. ഡിമാൻഡ് ഡിമാൻഡ് കൺസപ്ഷൻ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഉള്ളൊരു ഫാക്ടറാണ്. പിന്നെ എല്ലാവരും സെൽഫ് സസ്റ്റെയിൻഡ് ആവുക എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും 2070 ആകുമ്പം നെറ്റ് സീറോയിലേക്ക് കൊണ്ടുവരണം എന്നാണല്ലോ. അപ്പോഴേക്കും നമുക്ക് പ്രതീക്ഷ വെക്കാം. സോ ഇൻസ്റ്റാളേഷൻ പോലെ തന്നെ പ്രധാനമായിട്ടുള്ളതല്ലേ ശരിക്കും നമ്മളതിൻ്റെ മെയിൻ്റനൻസ്. സോളാർ അത് ശരിക്കും എത്ര ഇമ്പോർട്ടൻസ് ആണ്, എത്ര സമയപരിധിക്കുള്ളിലാണ് നമ്മൾ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ആക്ച്വലി MNREയുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് അത് പ്രകാരം പറയുന്നത് 5 years നമ്മൾ ചെയ്ത വർക്കിനുള്ള ഗ്യാരണ്ടി കൊടുക്കണമെന്നാണ്. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വർക്ക്മാൻഷിപ്പ് ചെയ്തു, എൻ്റെ കമ്പോണൻസ് എല്ലാ കാര്യങ്ങളും, പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി അല്ല കേട്ടോ ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്ത വർക്കിൻ്റെ അത് നമ്മൾ 5 years ബൗണ്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ പെടാത്തൊരു കാര്യമാണ് ക്ലീനിങ് എന്ന് പറയുന്നത്, പവർ പ്ലാന്റ് ക്ലീനിങ്. അപ്പോൾ ഈ പവർ പ്ലാന്റ് ക്ലീനിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്ലയൻറ്റിന് ചെയ്യാവുന്ന കാര്യമാണ്. അത് അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണെന്നുണ്ടെങ്കിൽ അത് വൺസ് ഇൻ എ മന്തോ അല്ലെങ്കിൽ ആ ഡസ്റ്റിങ്ങിനനുസരിച്ചിട്ട്, ഇപ്പോൾ റോഡ് സൈഡിലാണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ചിലപ്പോൾ കഴുകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടർ, കാരണം ഇത് ഡസ്റ്റിങ് വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കുറയും, ജനറേഷൻ എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മളെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കസ്റ്റമേഴ്സിനടുത്ത് ഇത് AMC ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതായത് നമുക്ക് ഞങ്ങളുടെ തന്നെ മെയിൻ്റനൻസിൻ്റെ വിങ് ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് അത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ മെയിൻ്റനൻസ് ആയിട്ട് എടുത്തോളൂ. ഇതിലുള്ള ഒരു റോങ് പ്രാക്ടീസ് എന്താ വെച്ചാൽ പാനലിന് മുകളിൽ കയറിയിട്ട് ചില ആൾക്കാർ ക്ലീൻ ചെയ്യും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹോട്ട്സ്പോട്ട് ഡെവലപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് ഭയങ്കര ടെക്നോളജി. ഇപ്പം നമ്മുടെ ചൈനയിലൊക്കെ അവർ വലിയ വലിയ പാടങ്ങളിലൊക്കെ, സോളാർ പാടങ്ങളിലൊക്കെ ഡെസേർട്ടിൽ അവർ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമല്ലോ. അവിടെ AI റോബോട്ട് വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ്. അതെ, ടെക്നോളജീസ് ഒരുപാടുണ്ട്. ഇപ്പൊ ഇവിടെ റെസിഡൻഷ്യലൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് നമ്മൾ സ്പ്രിംഗ്ലേഴ്സ് വെച്ചിട്ടുള്ള സിമ്പിൾ മെത്തഡോളജി. അങ്ങനെയൊക്കെ ഒരുപാട് ഡ്രോൺ ഉണ്ട്, ഡ്രോൺ വെച്ച് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. ഡ്രോൺ അതൊക്കെ വെച്ചിട്ട് എയർ വലിയ ബ്ലാസ്റ്റിംഗ് സ്കെയിലിലേക്ക് പോകുന്ന അത്ര വലിയ പ്രൊജക്ട്സിലേക്ക് നമുക്ക് എന്താക്കാൻ വലിയ പറ്റും. സ്കെയിലിലോട്ട്. AMC എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലേ ശരിക്കും? അതൊരു ഇയർലി റിക്കറിംഗ് ആയിട്ടൊരു റവന്യൂ ജനറേഷൻ. അതെ, കാരണം പവർ പ്ലാന്റിന്റെ എണ്ണം ഡെയിലി കൂടിക്കൊണ്ട് വരാണ്. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എത്രയോ പവർ പ്ലാന്റ്സ് ഇപ്പോൾ ആയി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന സംഭവമാണ് പാനലിലെ ക്ലീനിങ്. അതും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പറഞ്ഞ പോലെ അപ്രോച്ചബിൾ ആയിട്ടുള്ള സ്ഥലമാണെങ്കിലല്ലേ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. അതെ അതെ അല്ലെങ്കിൽ എന്തായാലും ഒരു ടീം ഫാക്ടേഴ്സ് ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ബെറ്റർ ഒരു കമ്പനിക്ക് പ്രോപ്പറായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഇപ്പം ഞങ്ങളിപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് സ്റ്റെപ്പ് ചെയ്തത് തന്നെ ഞങ്ങൾ AMCയാണ് എടുത്തത്. കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് അവിടെ ഒന്നും ആരും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ക്ലീനിങ് സർവീസ്. അവർ ബോധേഡും അല്ല. അപ്പം നമ്മൾ അവിടെ 1-2 കേസുകൾ ഇതേപോലെ പോയി അവർക്ക് കൺവിൻസ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ആഡ് ഓൺസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞല്ലോ ഡെൽസൺ B2Cയും B2Bയും ചെയ്യുന്നുണ്ടെന്നല്ലേ. ഇപ്പം റെസിഡൻഷ്യൽ ആകുന്ന സമയത്ത് അവിടെ കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് സൈഡിലുണ്ട്. അത് നേരെ കൊമേഴ്ഷ്യലിലേക്ക് വരുമ്പം എങ്ങനെയാണ്? അവിടെയും ഇതേപോലെ സബ്സിഡീസ് ഒക്കെ അവൈലബിൾ ആണോ? കൊമേഴ്ഷ്യൽ വരുമ്പോൾ നമുക്ക് ഈ MSMEയിലൊക്കെ രജിസ്റ്റർ ചെയ്ത കമ്പനീസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആക്ച്വലി. അതായത് അതിൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ MSMEയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ടോട്ടൽ 2 CR ഒക്കെ ബില്ലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 30% ഒക്കെ നമുക്ക് സബ്സിഡി നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. സോളാറിന് മാത്രമല്ല, അവരെ മെഷീനറീസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് നമ്മളെ സോളാറിൻ്റെ ബില്ലിംഗ് കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫാക്ടറീസിനൊക്കെ ശരിക്കും, ഫാക്ടറീസ് ഗോഡൗൺ ഒക്കെ ശരിക്കും. അതെ, പിന്നെ നമുക്ക് ആക്ച്വലി 2 ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്. CapExഉം OpEx എന്ന് പറയും. അതായത് CapEx എന്ന് പറഞ്ഞാൽ കസ്റ്റമർ തന്നെ കംപ്ലീറ്റ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പ്ലാന്റ് ചെയ്യുന്ന സിസ്റ്റം. പിന്നെ OpEx എന്ന് പറയും, അതായത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തെടുക്കും. ഓക്കെ, ഇപ്പോൾ അവരിപ്പോൾ ലൈക്ക് എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിലൊരു കേസ് പറയുകയാണെങ്കിൽ KCBയിലേക്ക് യൂണിറ്റിന് ഒരു 9 rupees അല്ലെങ്കിൽ 10 rupees ആണ് കസ്റ്റമർ പേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും പ്ലാന്റിനുള്ള. എന്നിട്ട് നമ്മൾ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഒരു 5 rupees നമ്മൾ എന്താക്കും, യൂണിറ്റിന് ചാർജ് ചെയ്തിട്ട് കസ്റ്റമർക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്കൊരു ഇനീഷ്യലായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് വരുന്നില്ല, അപ്ഫ്രണ്ട് വരുന്നില്ല. അവരൊരു 6 month BG മാത്രം ആ ഒരു എമൗണ്ട് മാത്രം അവർ സെറ്റ് ചെയ്താൽ മതി. ബാക്കി കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ടോ? ഈ രീതിയിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി നമ്മളിപ്പോൾ 1-2 പ്രൊജക്ട്സ് ഓൺ ഗോയിങ് ആണ്. പിന്നെ നല്ല ഡിസ്കഷൻസും ഇപ്പോൾ പിന്നെ ഒരുപാട് ഡിസ്കഷൻസ് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം എത്രത്തോളം സേവിങ്സ് ഒക്കെ പോസിബിൾ ആവും KCB കറണ്ട് ബില്ലിൽ? ഇപ്പം CapEx, അതായത് അവർ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ഒരു 3 years കൊണ്ട് അവർക്ക് കംപ്ലീറ്റ് ROI ആവും. പിന്നെ ഈ ഒരു സ്കീമിലൊക്കെ ആണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫിക്സഡ് ചാർജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ ഈ കമേഴ്ഷ്യൽ സെഗ്മെന്റിൽ. ഇപ്പോൾ ഒരു 5 lakh ഒക്കെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു 2 lakh ഒക്കെ അവർക്ക് എന്തായി കിട്ടും,
കുറഞ്ഞു കിട്ടും. ഒരു 3 lakh ഒക്കെ അവർ എന്താക്കിയാൽ മതി, KCBയിലേക്ക് പേ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഇതിന്റെ ഒരു മെയിൻ ആപ്ലിക്കേഷൻ ഏതൊക്കെ ലെവലിലായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാക്ടറീസും വെയർ ഹൗസസും ഒക്കെ തന്നെയാണ്. ഫാക്ടറീസ്, വെയർ ഹൗസസ്, ഹോട്ടൽസ്, പിന്നെ നമുക്ക് ഷോറൂംസ് ഒരു വലിയൊരു കാരണം എന്താ വെച്ചാൽ നമുക്കൊരു 6 to 10 ഈ ഒരു പീക്ക് ടൈമിൽ ഒരുപാട് യൂണിറ്റ് കൺസപ്ഷൻ വരുന്ന ഒരു സെഗ്മെൻ്റാണ് ഈ ഷോറൂംസ് ഒക്കെ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു OPEX പ്ലാൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെയിൻ ഓഫ് ബിസിനസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഓരോ ഒന്നിൻ്റെ മേലെയും ചിലപ്പം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അവർക്ക് അങ്ങനെ ഇതാക്കി ചെയ്യാൻ പറ്റും. പിന്നെ CAPEXിലാണെങ്കിൽ നമുക്ക് നാഷണലൈസ് ബാങ്ക്സിനൊക്കെ ലോൺസും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവരുടെ ഫിനാൻഷ്യൽസ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ലോൺ ഫെസിലിറ്റീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കേരളത്തിൽ തന്നെ പല കമ്പനീസും കാസർഗോഡ് ഇതേപോലെ സോളാർ. അതെ, നമുക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലാൻഡിന്റെ അവൈലബിലിറ്റി ഇഷ്യൂനെ കൊണ്ടാണ് നമുക്കൊരു ഓപ്പൺ ആക്സസിലേക്ക് അത്ര അങ്ങോട്ട് പോകാൻ പറ്റാത്തത്. ശരി, നോർത്തിലേക്ക് കുറേ കൂടി. അതെ, നോർത്ത് ഈവൻ നമ്മൾ കർണാടക ഈസ് വെരി ഗുഡ് എക്സാമ്പിൾ. തമിഴ്നാട്, കർണാടകത്തിലൊക്കെ ഒരുപാട് വലിയ വലിയ പ്ലാൻസ് ഓൾറെഡി ഉണ്ട്. നമ്മുടെ പവർ ജനറേഷൻ കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഇതിന്റെ എക്യുപ്മെന്റ് കോസ്റ്റ്, പവർ പ്ലാന്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ലാൻഡിന്റെ കോസ്റ്റ്. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് what cost we can give the power എന്നുള്ളത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് ഈ ലാൻഡ് വാല്യൂവിന്റെ ഒരു ഫാക്ടറാണ്. ലീസ് ആവുന്ന സമയത്താണ് ആണെങ്കിലോ ലീസ് ആകുമ്പോഴും നമുക്ക് ഫീസിബിൾ ആയിട്ട് വരണം. കേരളത്തിന്റെ ഒരു ലാൻഡ് കോസ്റ്റിനെ കൊണ്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. കാസർഗോഡ് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. കാസർഗോഡ് ഇപ്പോൾ ഓൾറെഡി 1-2 വലിയ പ്ലാന്റുകൾ KCBയുടെ സൈഡിൽ നിന്നും എല്ലാവരുടെ പ്രൈവറ്റ് ആയിട്ടൊക്കെ ഉണ്ട്, ടാറ്റക്കൊക്കെ ഉണ്ട്. ഇപ്പം KCB കുറച്ചും കൂടി ലാൻഡ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ വരാണെന്ന് പോസിബിലിറ്റി കൂടുതൽ. കാസർഗോഡും പാലക്കാടും ആണ് കേരളത്തിൽ കുറച്ചും കൂടി ഈ ഒരു എന്താ പറയുക ഓപ്പൺ ആക്സസിന് കുറച്ചും കൂടി ഫീസിബിൾ ആവുക കാസർഗോഡ്, പാലക്കാടാണ്. അപ്പോൾ നമ്മളെ പാലക്കാടുള്ള പാടങ്ങളൊക്കെ സോളാർ പാടങ്ങളാവും. ആയിക്കൂടായില്ല, പോസിബിൾ. ലൈക്ക് നമുക്ക് പിന്നെ അവിടെ ഒരു സബ്സ്റ്റേഷൻ കാര്യങ്ങൾ ഇങ്ങനത്തെ ഒക്കെ കുറച്ച് ഫാക്ടേഴ്സും കൂടി ഉണ്ട്. വലിയ പ്രൊജക്ട്സ് ആകുമ്പോൾ തൊട്ടടുത്തൊരു സബ്സ്റ്റേഷൻ വേണം, പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കർണാടകയിലൊക്കെ ഇറ്റ്സ് വെരി ഫീസിബിൾ. കാരണം ലാൻഡ് കോസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതെ, ഒരുപാട് ലാൻഡ് അവൈലബിലിറ്റീസും ഉണ്ട്. ഇവിടെ ചെയ്യാൻ പറ്റൂല എന്നല്ല, കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് ഇവിടെ ഓപ്പൺ ആക്സസ്. ഇവിടെ കുറച്ചും കൂടി നമ്മളെ ഓൺ റൂഫിൽ ചെയ്യുന്നതാണ് ഇവിടെ കുറച്ചും കൂടി ഈസി. അപ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പോൾ ക്രോസ് ബോർഡർ സ്റ്റേറ്റ് വൈസ് അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? വേറൊരു സ്റ്റേറ്റിൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഈ സ്റ്റേറ്റ് ഓൾറെഡി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ട്രാൻസ്മിഷൻ ചാർജസ് കുറച്ച് കൂടും. അതപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക കോസ്റ്റ്, ആ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും. അതിൻ്റെ ഗ്രിഡ് ചാർജസ് വരുന്ന സമയത്ത് ഒരു 3 ടൈപ്പ് ഓഫ് ചാർജസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്രിഡ് ചാർജസ് ഒക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ 5 റുപ്പി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതൊരു 6 റുപ്പീസിന് അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫീസിബിലിറ്റി എത്ര, എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ആ ഫീസിബിലിറ്റിയും കൂടെ നമ്മൾ നോക്കണം. എവിടുന്നാണ് എടുക്കുന്നത്, ആരാണ് എവിടെയാണ് പർച്ചേസ്, ആ പർച്ചേസ് ചെയ്യുന്ന ആൾ എത്ര പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ നോർമൽ ഇലക്ട്രിസിറ്റി ബിൽസ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ബാക്കിയുള്ള സ്റ്റേറ്റിനേക്കാളും കേരളത്തിൽ ഭയങ്കര കൂടുതലല്ലേ? കമേഴ്ഷ്യൽ മഹാരാഷ്ട്ര ഒക്കെ ഭയങ്കര കൂടുതലാണ്. 15 റുപ്പീസൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ അത് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു പീക്ക് ടൈമിൽ കുറച്ച് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 6 to 10 ടൈമിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് കുറച്ച് കൂടുതലാണ്. പിന്നെ ഓരോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഓരോ താരിഫ് റേറ്റ്സ് ഉണ്ട് ഓരോ സെഗ്മെൻറ്റിന്. ആ താരിഫ് റേറ്റ്സിൽ അങ്ങോട്ടും കൂടി ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ഷോറൂംസിൻ്റെ കേസ് മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിൽ 15 റുപ്പീസാണ് യൂണിറ്റിന് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു 11 റുപ്പീസാണ്. ഞാൻ മുന്നേ എപ്പോഴോ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഈ ഇലക്ട്രിസിറ്റി കേരളം ബാക്കിയുള്ള പല സ്റ്റേറ്റുകളിൽ നിന്നും വാങ്ങുന്നുണ്ട് എന്നുള്ള ലെവൽ. അപ്പോൾ ഇവിടെ ഈ സോളാർ എന്നുള്ള ഇംപ്ലിമെൻറ്റേഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം ശരിക്കും കട്ട് ചെയ്യാൻ ആക്ച്വലി KCB ഇപ്പം നല്ലൊരു സംഭവം ചെയ്യുന്നുണ്ട്. ലൈക്ക് അത് കസ്റ്റമർ ഇനീഷ്യലി ചിന്തിക്കും എന്തിനാണ് KCB എന്നെ കൊണ്ട് ലോഡ് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത്. അതായത് ഇപ്പം എല്ലാവരോടും ലോഡ് കാൽക്കുലേഷൻ കറക്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പം നമ്മളെ വീട്ടിലെ ഒരു കണക്റ്റഡ് ലോഡ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചെറിയൊരു കണക്റ്റഡ് ലോഡേ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഭാവിയിൽ സോളാർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി ഉണ്ടാവില്ല. അതായത് ട്രാൻസ്ഫോമർ ഉണ്ടാവുമല്ലോ ഒരു ലോക്കൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ 15% കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു 100 kVA ട്രാൻസ്ഫോമർ ആയിരുന്നെങ്കിൽ 15% നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, സോളാർ കണക്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അവിടെ അപ്ഗ്രേഡേഷൻ ഇപ്പൊ 90 എത്തി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കണക്റ്റഡ് ലോഡ് എല്ലായിടത്തും കൂടാണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമർ KCB ചേഞ്ച് ചെയ്യും. അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ പുതിയ ട്രാൻസ്ഫോമർ വരുമ്പോൾ വേറൊരാൾക്ക് അത് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരും, സോളാർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരും.
പ്ലസ് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സസ് യൂണിറ്റ്സ് ഉണ്ടാവും പകൽ സമയത്ത്. ഓൾറെഡി ഇപ്പോൾ കേരളം 3-4 സ്റ്റേറ്റിന് യൂണിറ്റ്സ് എന്താക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് പകൽ സമയത്ത്. എന്നിട്ട് രാത്രി എന്താക്കുന്നുണ്ട്, യൂണിറ്റ്സ് തിരിച്ചു വാങ്ങുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രൈസിങ് ആക്കി സെറ്റ് ചെയ്തിട്ടല്ല, യൂണിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കുന്നുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി കണക്റ്റഡ് ലോഡ് കൂട്ടുന്ന ടൈമിൽ കുറച്ചൊരു ബുദ്ധിമുട്ട്, പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും ഭാവിയിൽ ആക്ച്വലി അത് നല്ലതാണ്. കാരണം നമ്മുടെ ട്രാൻസ്ഫോമർ എന്താവും, മാറും. ട്രാൻസ്ഫോമർ മാറുമ്പോൾ ടോട്ടലി നമുക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. റിജിൽ ബ്രോ നേരത്തെ പറയണ്ടായി ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലൊക്കെ ആണെങ്കിലും ഒരു 20% 30% ഒക്കെ സോളാർ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഞാനൊരു സജഷനായിട്ട് ചോദിക്കുകയാണ്. അതായത് സിയറോ ലിയോണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗത്ത് ആഫ്രിക്കൻ കൺട്രി ഉണ്ട്. അവിടെ പണ്ട് സമയത്ത് അവർ ഭയങ്കര പുവറായിട്ടുള്ളൊരു കൺട്രിയാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ, ചെറിയ കുട്ടികൾ, അവർ ഡിസീസൊക്കെ ഉള്ള ചെറിയ കുട്ടികൾക്ക് ഇൻക്യുബേറ്ററിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ കുറേ കുട്ടികൾ മരണപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അന്ന സമയത്ത്. ഒരുപാട് കുട്ടികൾ മരണപ്പെട്ട സമയത്ത് പ്രൊജക്ട് ബോ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ നീൽ എന്നാണ് തോന്നുന്ന പേര്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രൊജക്ട് ബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോളാർ പ്രൊജക്റ്റ് കൊണ്ടുവരുണ്ടായി. അതായത് അവിടേക്ക് വേണ്ട ബാറ്ററിയും അതുപോലെ സോളാർ പാനൽസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇപ്പോൾ 10 വർഷത്തിന് ശേഷം അങ്ങനെ അവരവിടെ വീണ്ടും വിസിറ്റ് ചെയ്തപ്പോൾ തൗസൻഡ്സ് ഓഫ് ചിൽഡ്രൻസിൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വലിയൊരു ഇനീഷ്യേറ്റീവായിട്ട് ലോകം അതിന് ആ ഏരിയയിലൊക്കെ അതിനുശേഷമാണ് സോളാറിന് വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് കിട്ടുകയും വേൾഡ് പോലും ഇതിനെ ഭയങ്കര രീതിയിലുള്ള പല ഓർഗനൈസേഷനും നോക്കിക്കാണൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഇന്ത്യ പോലൊരു സ്ഥലത്തൊക്കെ വലിയ ദരിദ്ര വില്ലേജുകളും ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവുകൾ പല ഓർഗനൈസേഷനും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് സോളാറിന് പെട്ടെന്നുള്ള ഒരു അക്സെപ്റ്റൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ഇതില് നമുക്ക് അങ്ങനെ വരും. ഒരുപാട് പ്രൊജക്ട്സ് നടക്കുന്നുണ്ട്. ഒരുപാട് CSR ഫണ്ട് ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കാരണം വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ കാർബൺ ന്യൂട്രാലിറ്റി കൊണ്ടുവരാന്നുള്ള ഈ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സോളാറിന്റെ ഈ ഒരു ക്രെഡിറ്റ്സ് ഉണ്ട്, കാർബൺ ക്രെഡിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് CSR ഫണ്ട് എന്താക്കുന്നുണ്ട്, ഇപ്പൊ സോളാറിലേക്ക് വേണ്ടിയിട്ട് നമ്മള് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഈ ഗ്രാമങ്ങളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവരെന്താക്കുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത്. പിന്നെ ഈ സോളാർ എന്ന് പറയുമ്പോൾ നമ്മൾ റെസിഡൻഷ്യലോ കമേർഷ്യൽ അത് മാത്രമല്ല, ഇതിന് ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ളൊരു സെഗ്മെന്റ് ഉണ്ട്. ഇപ്പോൾ ഈവൻ ഇപ്പം ഈ ഒരു ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊറോണയുടെ സമയത്ത് നമ്മുടെ മെഡിസിൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ നമ്മുടെ വാക്സിൻസ്. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യണമല്ലോ ഇത്രയും മെഡിസിൻസ്. അപ്പോൾ ഇത് കോൾഡ് സ്റ്റോറേജ്, ലാർജ് സ്റ്റോറേജ് ആയിട്ട് കോൾഡ് സ്റ്റോറേജ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതിന് പവർ ഫെയിലിയർ വന്നാലും ഇറ്റ് ഷുഡ് ബി റണ്ണിങ് ആ സ്റ്റോറേജ്. എന്നാൽ നമ്മുടെ കണ്ടെയ്നർ ഉണ്ടല്ലോ, ആ കണ്ടെയ്നർ കോൾഡ് സ്റ്റോറേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇറ്റ് വാസ് പവേർഡ് യൂസിങ് സോളാർ. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സെയിം സാധനത്തിന്റെ വേറൊരു ആപ്ലിക്കബിലിറ്റി ഞാൻ പറഞ്ഞുതരാം. അഗ്രി ഫീൽഡിൽ ഇപ്പം നമ്മൾ ഈൽഡ് ചെയ്ത സാധനം നമുക്ക് നശിച്ചു പോവാതെ പെരിഷബിൾ അല്ലാതെ നമുക്കത് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഇതേ സാധനം യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഈ സോളാറിൻ്റെ എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ വൈഡ് റേഞ്ച് ഓഫ് കാറ്റഗറിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിന് ഒരുപാട് ഫ്യൂച്ചർ ഉണ്ട്. R&D ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഒരുപാട് രീതിയിലോട്ടേക്ക്. ഗവൺമെന്റ് സോളാർ പമ്പ്സിനാണ് കൂടുതൽ പ്രൊമോഷൻസ് കൊടുക്കുന്നത്. പക്ഷെ പുള്ളി പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോളാർ പമ്പ്സ് ഇപ്പൊ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തതുണ്ട്, സോളാർ ബസ് ബേസ് ഉണ്ട്. എന്താണ് സോളാർ ബസ് ബേസ് എന്ന് പറഞ്ഞാൽ ആ ബസ് ബേ കംപ്ലീറ്റ്ലി പവർ ചെയ്യുന്നത് സോളാർ ത്രൂ ആയിരിക്കും. അതിൽ സർവൈലൻസ് ഉണ്ട്, ടെലിഫോൺ നമുക്ക് സൗകര്യമുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയൊരു കൗണ്ടർ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്ക് അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു വെൻഡിങ് ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും നടത്താം. അപ്പോൾ ഇത് ടോട്ടലി പവർ ഫ്രീ ആയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിൽ അയാൾക്ക് വേറെ കോസ്റ്റൊന്നും ഇൻക്വയർ ആവുന്നില്ല. പിന്നെ വുമൺ സേഫ്റ്റി, നൈറ്റ് ടൈമിലൊക്കെയുള്ള വുമൺ സേഫ്റ്റിക്കാണ് ഈ സർവൈലൻസും ടെലികോളിങ്ങും. അത് പണ്ട് ഡിസൈൻ ചെയ്തൊരു സംഗതിയാണ്. ബട്ട് ഹോപ്പ്ഫുള്ളി ഫ്യൂച്ചറൊക്കെ ആയിട്ട് നമുക്കത് പിന്നെ ഉണ്ട്. നമുക്കിപ്പം ഇവിടെ ഒരുപാട് വെഹിക്കിൾസ് ഒക്കെ നമ്മളിവിടെ ഇതാക്കുന്നില്ലേ, സ്ക്രാപ്പ് ചെയ്യുന്നില്ലേ, ഈ ബസ്സസ് ഒക്കെ കണ്ടില്ലേ റോഡ് സൈഡ് കിടക്കുന്നത്. ഇതൊക്കെ ഒന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നൈറ്റ് ടൈമിൽ ബെഡായിട്ട് അവർക്ക് ഈ ഹോംലെസ് പീപ്പിളിന് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ പവർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സോളാറും ബാറ്ററീസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് അങ്ങനത്തെ പ്രൊജക്ട്സ് ഡെവലപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനുള്ളൊരു റിജിൽ ബ്രോ, ഈ ഒരു 7 years ഓഫ് ബിസിനസ് ജേണിയിൽ ഒരു ഐക്കോണിക് പ്രൊജക്റ്റ് ഞങ്ങൾ ചെയ്ത് തീർത്തു എന്ന് പറയുകയാണെങ്കിൽ അത് ഏതായിരിക്കും? ഐക്കോണിക് പ്രൊജക്ട്സ് എന്ന് പറയുമ്പോൾ ഒരു കൈൻഡ് ഓഫ് പ്രൊജക്ട്സ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഈ റൂഫ് ഏരിയ യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ. അതായത് നമ്മളിപ്പം എക്സാമ്പിൾ ആണെങ്കിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഫ്ലാറ്റ്സ്. കാരണം അവർക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റൂഫ് ഏരിയ ഉണ്ടാവുക. കാരണം അതിൻ്റെ ഓവർ ഹെഡ് പാർട്ട് കൂടുതലും ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവർക്ക് ഈ കോമൺ സ്പേസിൽ ഭയങ്കര ബില്ലുണ്ടാവും. ഒരു 80,000, ഇപ്പോൾ കണ്ടിടത്തോളം ഒരു 70,000 to 80,000 ആണ് ഒരുവിധം ഒരു 14 stories ഒക്കെ ഉള്ളവർക്ക്. STP പിന്നെ ബാക്കിയുള്ള ലൈറ്റ്സ് ഒക്കെ വെച്ച് വരുമ്പോൾ ആ ഒരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഫുള്ളി ലീക്ക് പ്രൂഫായിട്ട്
ഒരു സോളാർ യൂട്ടിലൈസേഷൻ ഉള്ള പോലെ തന്നെ എലിവേറ്റ് ചെയ്തിട്ട് സോളാർ പവർ പ്ലാന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇൻ്റഗ്രേറ്റഡ് റൂഫായിട്ട്, ഇൻ്റഗ്രേറ്റഡ് റൂഫ് ടെക്നോളജിയാണ്. അതെന്താണ്? അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണ്, ഒരു വെറുതെ കിടക്കുന്ന റൂഫ് ഏരിയ ആണ്, അത് നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്പേസ് ആണ്. അപ്പോൾ ആ ഒരു പാർട്ടി ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ഒരു റിക്രിയേഷൻ ഏരിയ ആയിട്ടോ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതപ്പോൾ നിങ്ങൾ ഫ്ലോറിലാണോ ഇൻസ്റ്റാൾ? അല്ല, ഫ്ലോറിൽ നിന്ന് നമ്മൾ ഓൾമോസ്റ്റ് 4 മീറ്റർ ഹൈറ്റിൽ, അല്ലെങ്കിൽ ഡിപ്പെൻസ് ഓൺ ദ സൈറ്റ്, എത്ര 4 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ എത്രയെന്ന് വെച്ചാൽ എലിവേറ്റഡ് ആയിട്ട്. അപ്പോൾ അണ്ടർനീത്ത് കംപ്ലീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓൾസോ റവന്യൂ ജനറേഷൻ ആണ്. കാരണം ഇപ്പോൾ അവിടെ ആ ഏരിയയിൽ ഒരു ഫംഗ്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഫീസ് അതിന് ഈടാക്കാൻ പറ്റും. ഫ്രീ റൂഫാണ്. പിന്നെ ഇതിലൊക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, ലൈറ്റ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആംബിയൻസ് ലൈറ്റ് വെക്കുന്നതുകൊണ്ട് തന്നെ ഈ നൈറ്റ് ടൈമിലൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ദൂരത്ത് തന്നെ കാണുമ്പോൾ, ആ പ്രൊജക്ട് തന്നെ കാണുമ്പോൾ നല്ല എസ്തെറ്റിക്കലി ലുക്സ് ഗുഡ്. നമ്മളിവിടെ PVS ചെയ്തിട്ടുണ്ട്. ആ ഒരു മാർക്കറ്റിംഗും കൂടെയാണ് ആക്ച്വലി. അത് PVS അപ്പാർട്ട്മെന്റിൽ ചെയ്തിട്ടുണ്ട്, അസറ്റിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റീസെന്റ് തൃശ്ശൂർ. പിന്നെ റൂഫ് ടോപ്പിലാണ്. പിന്നെ ഒരു ഐവറി ടവർ കാലിക്കറ്റിൽ അതൊരു കമേഴ്ഷ്യലാണ്. നല്ലതാണ്, നല്ല റിസൾട്ടാണ്. ഒരുപാട് എന്താ പറയാ, ലീക്കും കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള ഒരു ഫീഡ്ബാക്കാണ് വന്നിട്ടുള്ളത്. അവർക്ക് ആ ഏരിയ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. മറ്റേത് എന്താ പറയുക, അവിടെ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെൻസ് എന്താക്കാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ പറഞ്ഞ ഈ അപ്പാർട്ട്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സബ്സിഡി ഉണ്ടെന്ന്? ഉണ്ട്, സബ്സിഡി ഉണ്ട്. അതായത് പെർ കിലോവാട്ട് ഒരു 18,000 സബ്സിഡി അവർക്ക് കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 50 കിലോവാട്ട് ഒക്കെ ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 9 lakh rupees അടുത്ത് സബ്സിഡി ആയിട്ട് തന്നെ. അത് റെസിഡൻഷ്യൽ പ്രൊജക്ടിനേക്കാളും കൂടുതൽ സബ്സിഡി ഉണ്ട്. അതെ. ഓക്കെ. ശരിക്കും ഈ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അത്ര കണ്ട് തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, റെസിഡൻഷ്യൽ കമ്പയർ ചെയ്യുമ്പോൾ അത്ര അങ്ങോട്ടേക്ക് ആയിട്ടില്ല. ഇത് ഈ സബ്സിഡി കമേഴ്ഷ്യൽ എൻഡ് എന്നല്ല കേട്ടോ, അതായത് ഈ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സിന് മാത്രമേ ഇത് കമേഴ്ഷ്യലിന് സബ്സിഡി കിട്ടൂല. ദാറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ്. അപ്പോൾ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയ, ഗ്രൂപ്പ് ഹൗസിംഗ് സൊസൈറ്റീസ് അങ്ങനെയുള്ളിടത്തേക്ക് നമുക്ക് ഈ സബ്സിഡി അവൈൽ ചെയ്തെടുക്കാം. പെർ കിലോവാട്ട് 18,000 വെച്ചിട്ട്. അപ്പോൾ പുതിയ കുറച്ച് പ്രോജക്ട്സ് വരുന്നുണ്ട്, അസറ്റിന്റെ വരുന്നുണ്ട്, ഗുഡ് എർത്തിന്റെ ഒക്കെ പ്രോജക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അതിലും ഈ പറഞ്ഞ പോലെ ലോൺസ് ഒക്കെ അവൈലബിൾ ആണോ? നമ്മൾ നേരത്തെ SBI ലോണിന്റെ കാര്യമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ നമ്മുടെ ഈ അസോസിയേഷൻ രജിസ്റ്റേർഡ് അസോസിയേഷൻ ആയിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. 2-3 കേസിൽ ഞങ്ങൾ ഇതേപോലെ ലോണിന് പോയപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു. അല്ലെങ്കിൽ അസോസിയേഷന് ഓൺ ലാൻഡോ അല്ലെങ്കിൽ ഓൺ പ്രോപ്പർട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. ബ്രോ, അതേപോലെ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു 10 വർഷം മുന്നേ അല്ലെ 15 വർഷം മുന്നേ ഈ സോളാറിനെ പറ്റി ഇങ്ങനെ ആരും സംസാരിക്കാത്ത ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ അതൊരു പുതിയ ടെക്കാണ്. ഇനി അടുത്തൊരു 5 വർഷം അല്ലെ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് സോളാർ അല്ലെ റിന്യൂവബിൾ എനർജി ഇൻ ജനറൽ എന്ത് ചേഞ്ച് ആയിരിക്കും? എന്തൊക്കെ നമ്മൾ കാണാനിരിക്കുന്നത്? ഇപ്പം നല്ല ഫസൈഡ്സ് BIPV പാനൽസ് ഒക്കെ വരുന്നുണ്ട്. അതായത് നമുക്കിപ്പം റൂഫ് ഏരിയ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസൈഡ്സ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല വെളിച്ചമൊക്കെ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ടെക്നോളജിയിൽ വരുന്നുണ്ട്. ഓൾറെഡി ചൈനയിലൊക്കെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്, ഇന്ത്യയിലേക്ക് ഇങ്ങനെ ആയി വരുന്നുള്ളൂ. പിന്നെ ഒരുപാട് എനർജി സ്റ്റോറേജ് ഓപ്ഷൻസും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റാണ് ഹൈബ്രിഡ് ഓപ്ഷൻ. അതായത് നമ്മൾ ഓൺ ഗ്രിഡ് ആണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തത്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതായത് നമുക്ക് ബാറ്ററി സ്റ്റോറേജ് ചെയ്തിട്ട് പിന്നെ ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു 30% ഒക്കെ പവർ ബാക്കപ്പ് നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. TOD ഞാൻ പറഞ്ഞ നമ്മള് TOD ബില്ലിങ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ആ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഈ ബാറ്ററീസിന് നമുക്ക് എന്താക്കാൻ പറ്റും, പവർ എടുക്കാൻ പറ്റും. അപ്പം ഈ ഹൈബ്രിഡും അതുപോലെ തന്നെ ബാറ്ററി സൊല്യൂഷൻസും ഇത് സോളാറായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒരുപാട് ടെക്നോളജീസ് ഇനിയും വരാനുണ്ട്. എസ്പെഷ്യലി ഇൻ ഇന്ത്യ. ചൈനയിൽ ഒരുപാട് ഉണ്ട്, ഇവിടെ അങ്ങോട്ട് ആയിട്ടില്ല. ഇവിടെ മെയിനായിട്ട് എല്ലാവരും ഓൺ ഗ്രിഡ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ കോസ്റ്റ് വൈസ് ഫീസിബിലിറ്റിയും കൂടെ ഒന്ന് വരണം, മെറ്റീരിയലൊക്കെ വന്നിട്ട്. പിന്നെ ഈ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുമ്പോൾ TOD കസ്റ്റമേഴ്സിന്. കാരണം സോളാർ വെച്ചെങ്കിൽ കൂടി TOD കസ്റ്റമേഴ്സിനെ ആ പീക്ക് ഡിമാൻഡിന് KCB ചാർജ് ചെയ്യും, സോളാർ കൺസിഡർ ചെയ്യില്ല. പക്ഷേ അതേസമയം നിങ്ങൾക്ക് ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പീക്ക് അവേഴ്സിൽ നിങ്ങൾക്ക് ബാറ്ററിയിൽ നിന്നുള്ള പവർ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഗ്രിഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഈ പീക്ക് യൂസേജ് വരുന്ന കസ്റ്റമേഴ്സിന്, അതായത് ഹൈ എൻഡ് TOD കസ്റ്റമേഴ്സിന് ഒരു ബെനിഫിഷ്യലാണ് ഹൈബ്രിഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിപ്പം സോളാർ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ സോഴ്സ് ഓഫ് പവറാണ്. നമ്മൾ ബാറ്ററി ഇന്നിപ്പോൾ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ട്, ടോർച്ചിൽ യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ ടോർച്ച്, ഹൈ എൻഡ് ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ മൊത്തം പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് സോളാർ നമുക്ക് എവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും.
സോളാർ കാർസിന്റെ ഒക്കെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും? സോളാർ കാർസ് ഇപ്പോൾ ഓൾറെഡി ഒരു ഇന്ത്യൻ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ വന്നുകൂടായൊന്നുമില്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞങ്ങൾ പണ്ട് ഒരു പ്രാവശ്യം കോഴിക്കോട് ടൗണിൽ കൂടെ ഒരു ഓട്ടോറിക്ഷ കൊടുത്തിട്ടുണ്ട്. സോളാർ വെച്ചിട്ട് ഒരു പാനൽ സോളാർ വെച്ചിട്ട്. അതെ അതെ അതെ. പുള്ളി വണ്ടിയുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊരു ലൈറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള, കാരണം അത് ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ അതിന് സെൽഫ് ചാർജിങ് നടക്കില്ലല്ലോ. മറ്റേതാകുമ്പോൾ പെട്രോൾ ആകുമ്പോൾ സെൽഫ് ചാർജിങ് അതിന്റെ ഡൈനാമോ വഴി നടക്കും. ഒരുപാട് സോളാർ ബോട്ട്സ് ഓൾറെഡി ഉണ്ട്. ആലപ്പുഴ സൈഡിലൊക്കെ ഒരുപാട് സോളാർ ബോട്ട്സ് ഉണ്ട്. കൊച്ചി വാട്ടർ മെട്രോ വാട്ടർ മെട്രോ EV അല്ലേ? EV ആണ്. അതിൽ കുറച്ച് ഭാഗം കുറച്ച് സോളറൈസ് വെച്ച് പവർ ചെയ്യുന്നുണ്ട്. സിയാൽ കംപ്ലീറ്റ്ലി സോളറൈസ്ഡ് ആണ്. സോ സോളാർ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇപ്പോൾ 7 വർഷത്തോളമല്ലോ കമ്പനി റൺ ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു സോഫാർ? എങ്ങനെയാണ് ലൈക്ക് ഒരു കോഴിക്കോടത്തെ ഏറ്റവും ബിസിയസ്റ്റ് സോളാർ കമ്പനീൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ ഒരു ഡേ ഒക്കെ എങ്ങനെയാണ്? എങ്ങനെ പോകുന്നു ഹസിലൊക്കെ? അപ്പോൾ ആക്ച്വലി ഈ ഒരു സെഗ്മെൻറ്റിലായതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കുറേ ഗവൺമെൻറ് ബോഡീസ് ഒക്കെ ഉണ്ടല്ലോ, MNRE എന്നൊക്കെ പറയുന്നത്. ഈച്ച് ഡേ ചിലപ്പോൾ അപ്ഡേറ്റ്സ് വരാം, പുതിയ നോംസ് വരാം. ഇപ്പോൾ സബ്സിഡി പെട്ടെന്ന് പണ്ട് നമുക്ക് എത്ര 1,10,000 ഒക്കെ ഉണ്ടായിരുന്നു 10 കിലോമീറ്റർ ചെയ്യുമ്പോൾ. അതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നാണ് 75,000 ആയത്. അപ്പോൾ അതൊരു കസ്റ്റമേഴ്സിനോട് നമ്മൾ പറയുമ്പം സ്വാഭാവികമായിട്ട് അതിനകത്തുള്ളൊരു സംസാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ സംഭവിക്കാം. ചില സമയത്ത് കൂടുതൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാവേണ്ട ടൈം വരും. ഇപ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവാം. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പുതിയൊരാൾക്ക് സോളാറിനെ പറ്റി അറിയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അയാൾ സെയിൽസിൻ്റെ ഒരു ടീം പോയി സംസാരിച്ച് കഴിഞ്ഞാലും അവർക്ക് കൂടുതൽ ആധികാരികമായിട്ട് എവിടെയാണ് നിങ്ങളുടെ കമ്പനി എത്ര ട്രസ്റ്റ് വർത്തിയാണ്, നിങ്ങൾക്ക് എന്താണ് ബേസ്, നിങ്ങൾ എങ്ങനെ ഈ 25 കൊല്ലത്തെ ഗ്യാരണ്ടി കൊടുക്കുന്നത്, ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതായത് ഈ കമ്പനി നാളെ ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷേ അതിനുള്ളൊരു ആൻസറിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ് ബോഡീസിലുള്ള പ്രൊജക്ട്സും കാര്യങ്ങളും ചെയ്ത്. കാരണം അവർക്ക് ഞങ്ങൾ 25 ഇയേഴ്സിൻ്റെ ബോണ്ട് ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ ഞങ്ങളുടെ എമൗണ്ട് അവിടെ ഹോൾഡിംഗ് ഉണ്ട്. അപ്പം അതൊക്കെ ഞങ്ങളുടെ ഒരു പാർട്ടായിട്ട് ഇങ്ങനെ ഡേ ടു ഡേ റുട്ടീനായിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ നല്ല റിലേഷൻഷിപ്പ്. ഓരോ സെഗ്മെന്റിലുള്ള ആൾക്കാരാണ്. പ്രായമുള്ള ആൾക്കാരുണ്ടാവും, ചെറുപ്പക്കാരായിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്കൊരു പ്രായമായിട്ടുള്ള ഒരാളെ ഒരു എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ, നമ്മൾ പ്ലാൻ എല്ലാം സെറ്റ് ചെയ്തു, ഫൈനൽ പേയ്മെന്റ് കളക്ട് ചെയ്ത് ഞാൻ ഓഫീസിലേക്ക് എത്തിയപ്പോൾ പുള്ളി എന്നെ വിളിക്കുന്നു, നിങ്ങളെന്നെ പറ്റിച്ചൂലേ? അപ്പോൾ ഞാൻ ഞെട്ടി. പുള്ളി പേയ്മെന്റ് തന്നു, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ പുള്ളി എന്നെ വിളിച്ചില്ല, നിങ്ങളെന്നെ പറ്റിച്ചില്ല, ഞങ്ങൾക്ക് ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ പോകണം. ഞാൻ ചോദിച്ചു, സാർ എന്താ പ്രശ്നം, എന്താ സംഭവിച്ചത്? ഞാൻ എൻ്റെ ഇലക്ട്രീഷ്യനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യിപ്പിച്ചപ്പോൾ അയാൾ പറയാൻ ബാറ്ററി ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇതിന് ബാറ്ററി ഉണ്ടാവില്ലല്ലോ, ഇത് ഓൺ ഗ്രിഡ് അല്ലേ, ഞാനല്ലേ സാറെ ഫുൾ പറഞ്ഞു തന്നെ. പുള്ളി ഒരു 80+ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് ഓരോ കസ്റ്റമറും ഓരോ രീതിക്കാണ്. പിന്നെ ഒരു കസ്റ്റമർ സോളാർ ചെയ്യുന്നതിന് മുന്നേ പുള്ളി AC ഒന്നും ഫിറ്റ് ചെയ്തില്ല. നമ്മൾ ലോഡെല്ലാം കാൽക്കുലേറ്റ് ചെയ്തൊരു 5 കിലോവാട്ട് സെറ്റ് ചെയ്തു. 5 കിലോവാട്ട് സെറ്റ് ചെയ്ത് പ്ലാന്റ് ഓൺ ആണ് അന്ന് പോയിട്ട് 2 ടണ്ണിൻ്റെ AC വാങ്ങി വെച്ച്. ഇത് കാൽക്കുലേഷനിൽ വന്നിട്ടില്ല. പുള്ളിക്ക് പിറ്റേ മാസം ബില്ല് വന്നു. ഈ പുള്ളിയാണ് കുറച്ച് ഏജ്ഡ് ആണ്, ഭയങ്കര ഇമോഷണലി സംസാരിക്കുക. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. പുള്ളിക്ക് എങ്ങനെ ബില്ല് തന്നാൽ പുള്ളി തകർന്നു പോകും. ഞാൻ സാറോട് പറഞ്ഞ്, ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്, ഈ മാസം മുമ്പ് ചിലപ്പോൾ ഒരു ഇത്ര ബില്ല് വരും, ഞാൻ ആ ബില്ല് പേ ചെയ്യാം, എനിക്ക് വയ്യ. പുള്ളിക്ക് എങ്ങനെ ആ ബില്ല് വന്നാല് കൺസ്യൂമർ നമ്പറിലോണ്ട് ബില്ല് അടച്ചിട്ട് ആദ്യത്തെ ബില്ല് എന്താക്കിയില്ല, പുള്ളിക്ക് വരാത്ത രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്ത്. എന്നിട്ട് ഞാൻ പുള്ളിൻ്റെ അടുത്ത് പോയിട്ട് പുള്ളിക്ക് പറഞ്ഞു കൊടുത്ത്, സാർ ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ സാർ എന്താക്കിയിട്ടുണ്ടായിരുന്നില്ല, AC വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ സാർ AC വെച്ചു. അപ്പോൾ അതായത് ആളുകൾക്ക് അറിയില്ല ഇത് എങ്ങനെയാണ്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളെ കോൺസെപ്റ്റ് എന്താ വെച്ചാൽ, സോളാർ ചെയ്താൽ എനിക്ക് കറണ്ട് ബില്ല് വരില്ല. സിമ്പിളായിട്ട് അവരൊരു ഇങ്ങനെയാണ്, ഞാൻ സോളാർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബില്ല് വരില്ല. അത് കൺസപ്ഷൻ കൂടിയാൽ ബില്ല് വരുന്നോ അല്ലെങ്കിൽ യൂസേജ് കൂടിയാൽ ബില്ല് വരുന്നോ അവർക്ക് അറിയില്ല. അപ്പോൾ ഡെയിലി ഇങ്ങനെ ഓരോരോ ഇൻസിഡൻസ് ആണ്. ഓരോ രാവിലെ തുടങ്ങിയാലേ അറിയുള്ളൂ ഇന്നത്തെ ഡേ എങ്ങനെയാണ് പോകാന്നുള്ളത്. പിന്നെ നമ്മൾ ഒഫീഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഡെയിലി മീറ്റിംഗ്സ് കാര്യങ്ങൾ നമ്മൾ മൊത്തം ടീമായിട്ട് ഒരു ജസ്റ്റ് ഒരു 5 minutes ഒരു ഇന്ററാക്ഷൻ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ സെയിൽസ് ക്ലോസിംഗിലൊക്കെ ഇരിക്കാറുണ്ടോ? ടീം ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഇരിക്കും. ജസ്റ്റ് ഒരു 5 minutes എല്ലാവരായിട്ടും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പോകും. മോർണിംഗ് മീറ്റിംഗ് എന്തായാലും ഒന്ന് എല്ലാവരായിട്ടും ജസ്റ്റ് ഒരു 5 minutes ഒന്ന് കവർ ചെയ്യും. ജസ്റ്റ് ഒരു വീഡിയോ കോളിലോ എന്തെങ്കിലും ആയിട്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഡേ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് പിന്നെ എല്ലാ പ്രൊജക്ടിന്റെ ആക്ടിവിറ്റീസ് അറിയാൻ വേണ്ടിയിട്ട് ഞാനും പുള്ളിയും തന്നെ, കാരണം നമ്മൾ തുടങ്ങി വന്നൊരു കാര്യമാണല്ലോ. അപ്പം ഞങ്ങളൊക്കെ ലിങ്ക്ഡ് ആയിരിക്കും എല്ലാ ഗ്രൂപ്പിലും. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ്, മെറ്റീരിയൽ പോയോ, കസ്റ്റമർ എന്താ പറയുന്നതെല്ലാം നമുക്കും കാണാം, ഞങ്ങൾക്കും ഇന്ററാക്ട് ചെയ്യാം അതിൽ.
അങ്ങനെ ഒരു ഓപ്ഷനും നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഈ ഓൺടർപ്രണർഷിപ്പിന്റെ വേറൊരു മെയിൻ സാറ്റിസ്ഫാക്ഷൻ എന്താ വെച്ചാൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രോത്തും അവർക്ക് വരുന്ന ചേഞ്ചസും കൂടെ അല്ലേ? അതെ അങ്ങനെ എന്താണ് നിങ്ങളുടെ സ്റ്റോറി? അതിൽ നമ്മൾ സ്റ്റോറി ലൈൻ പറയുകയാണെങ്കിൽ നമ്മളെ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് ഭയങ്കര രസമുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു. നമ്മളിത് തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ടെക്നിക്കലി സ്ട്രോങ് ഉള്ള ഒരാൾ കൂടെ വേണം, എന്നാലേ പരിപാടി എടുക്കുള്ളൂ. അപ്പോൾ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളും വേണം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, അവൻ NIT. അപ്പോൾ ഈ NIT-കാരനോട് ഇപ്പം എങ്ങനെയാണ് ഇതൊക്കെ സംസാരിക്കുക? അവർക്ക് അവരുടേതായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാവും. അവനാണെങ്കിൽ ഒരു ചെറിയൊരു ബുദ്ധിജീവി സ്റ്റൈലുമാണ്. അങ്ങനെ നമ്മളടുത്താണെങ്കിൽ കൊടുക്കാൻ അത്ര സാലറിയും ഇല്ലല്ലോ. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇനീഷ്യൽ സ്റ്റേജിലാണ്. അതെ, അപ്പൊ ഒരാളെ വേണമല്ലോ. അങ്ങനെ ഞാനും പുള്ളി ഡിസ്കസ് ചെയ്ത് സാലറി ആയിട്ട് പറയണ്ട, ഈ ഒരു പ്രൊജക്റ്റിൽ കൂടെ ഒരു 3000 രൂപ തരാന്ന് പറഞ്ഞു നോക്കാം, ആള് വരോ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പുള്ളി ഡിസ്കസ് ചെയ്ത് പുള്ളിനെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് നമുക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യണോ, കൂടെ വെക്കാൻ പറ്റുമോ? അപ്പോൾ ഓനും പറഞ്ഞു ഓക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊരു 3000 രൂപ തരാം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവനിത് കേട്ടുകഴിഞ്ഞാൽ ഏത് എന്താ കളിയാക്കിയ രീതിയിൽ നിൽക്കണമെന്ന് വിചാരിച്ച്. പക്ഷെ പുള്ളി ഇത് കേട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയിലേക്കാണ് പുള്ളിക്ക് താല്പര്യം. അല്ലാണ്ട് ഒരു MNC സ്റ്റൈലിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പോകാനും പുള്ളിക്ക് താല്പര്യമില്ല. ഒരു സ്റ്റാർട്ടപ്പിൽ തന്നെ ചെയ്താൽ മതി. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഫസ്റ്റ് ഉണ്ടായ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം ഇത് ടെക്നിക്കലി കുറച്ച് കാര്യങ്ങൾ ഇലക്ട്രിക്കൽ പാർട്ടും ഉണ്ടല്ലോ ഇതിൻ്റെ. അപ്പോൾ നമ്മൾ അതിലത്ര സ്ട്രോങ് അല്ലായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടല്ല വരുന്നത്. അതെ 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 അങ്ങനത്തെ കുറച്ച് ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് തന്നെയാണ് ഇതിലോട്ട്. അപ്പൊ നമുക്ക് ഈവൺ ഒരു അക്കൗണ്ട്സ് കാര്യങ്ങൾ ഒന്നും അറിയില്ല. പിന്നെ നമ്മളെ ഫ്രണ്ട്സും അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തു. നമ്മളെ ഫാമിലി ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഇത് എങ്ങനെയാണ് സപ്പോർട്ടീവ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈവൺ നമ്മൾ ആ ഫസ്റ്റ് 4 months ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അതെ 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 അത്രയും സ്ട്രഗിൾ ചെയ്തു. ഈ പറഞ്ഞ പുള്ളി ഇപ്പൊ കമ്പനിയിലാണ്. പിന്നെ ഇപ്പോഴും ഉണ്ട്. നാളെ പോയ ബാക്കി കേൾക്കാം. ഓക്കെ, സോ സയ്യിദ് ഇമ്രാൻ ബ്രോ, റിജുൽ ബ്രോ, വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. നമുക്കറിയാം ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടിയാൽ ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് പെട്ടെന്ന് ലക്ഷ്യത്തിലേക്കൊക്കെ എത്തിച്ചേരാനൊക്കെ പറ്റുള്ളൂ. സോ വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ ഒരു 10-20 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഒരു പേഴ്സണൽ ടൈമൊക്കെ കണ്ടെത്തുന്നത്? ഫാമിലിയും ബിസിനസ്സും ഒക്കെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ മറുപടി പറയും? ഇതിന് ശേഷമാണ് ഫാമിലി ആയത്. അപ്പോൾ ഫാമിലി ആവുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവം ഉണ്ടെന്നും. ഇന്ന് ഇവിടെ ആണെങ്കിൽ ചിലപ്പോൾ നാളെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ ഉറങ്ങി കിടക്കുമ്പോൾ ചിലപ്പോൾ പറയാണ്ട് ചിലപ്പോൾ പോവും, പറയാൻ പറ്റൂല. അതെ 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 കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് അഡ്രസ്സ് ചെയ്യണമല്ലോ. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പോകേണ്ടി വരും, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാമിലിക്ക് ഒരു ടൈം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ കൂടിയും ഈ ഒരു സംഭവത്തിനാണ് ഫസ്റ്റ് പ്രിഫറൻസ്. എന്തായാലും ആ ഒരു നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. പിന്നെ നമുക്ക് കുറച്ചും കൂടി നമുക്കൊരു ടൈം ഉണ്ടാവും. അതുവരെ എന്തായാലും നമുക്ക് നമ്മളേതായിട്ടുള്ള ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല, അത്രയും സപ്പോർട്ടീവാണ്. ആ സപ്പോർട്ടുള്ളതിനെ കൊണ്ട് കാര്യങ്ങൾ നന്നായി പോകുന്നു. നിങ്ങൾ ബൂട്ട് സ്ട്രാപ്പ് ചെയ്തതാണ് ബിസിനസ് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അക്കൗണ്ട്സ് ആണെങ്കിലും ഒരു എംപ്ലോയീസിനെ ഹയർ ചെയ്താണെങ്കിലും ഒക്കെ നിങ്ങളായിട്ട് തന്നെ നമ്മൾ ഇനീഷ്യലി ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. നമുക്ക് പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫാമിലിയിലുള്ള ഒരാൾ തന്നെയാണ്. പുള്ളിയുടെ അടുത്ത് നിന്ന് ഒരുപാട് ഹെൽപ്പുകൾ വന്നു. അങ്ങനെ നമ്മളിതെല്ലാം ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ചെയ്യണമെന്നും നമ്മൾ ഒരുപാട് കൺസൾട്ടൻസീസ് ആയിട്ട് നമ്മൾ ടൈപ്പായി. ഈവൻ നമ്മളെ പേറോൾസ് ഒക്കെ ആ ഒരു കൺസൾട്ടൻസിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളെ ഇന്റേണൽ ഓഡിറ്റിങ് കാര്യങ്ങൾ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറൊരു കൺസൾട്ടൻസിനെ ഏൽപ്പിച്ചു. അതൊക്കെ നമ്മൾ പുറത്ത് നിന്നൊരു കൺസൾട്ടൻസിനെയും കൂടി നമ്മൾ കമ്പനിയിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അത് ആക്ച്വലി നല്ലൊരു ഹെൽപ്ഫുൾ ആയിരുന്നു. കമ്പനിക്ക് ഒരുപാട് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം HR നമുക്ക് നമ്മൾ പേഴ്സണലി നമുക്ക് ഇവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇവരോട് എങ്ങനെ അത് പറയാ, ലേറ്റായി വന്നാൽ എങ്ങനെയാണ് ഇവരോട് ഇപ്പോൾ അത് പറയാ. പക്ഷെ ആ ഒരു സംഗതി നമ്മളെ കൺസൾട്ടൻസിനെ ഏൽപ്പിച്ചപ്പോൾ അതൊക്കെ വളരെ സ്മൂത്തായി. ശരിക്കും അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലേക്കൊക്കെ സ്കെയിൽ ചെയ്യാൻ പോകുന്ന ഒരു ടൈമിൽ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരില്ലേ? അപ്പോൾ അതിനെ കുറിച്ചൊക്കെ അത് പറയുകയാണെങ്കിൽ അതിലും നമ്മൾ ഏറ്റവും ബ്ലെസ്ഡ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലയൻസ് ആണ്. അതിലാണ് നമ്മൾ ഏറ്റവും കാരണം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഫസ്റ്റ് ക്ലയന്റ് എന്ന് പറഞ്ഞു. അവിടെ മുതൽ നമുക്ക് നമ്മളെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ക്ലയന്റ്. നമുക്ക് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, സോളാർ എനർജി ഈസ് എ ബിഗ് ഫെയിലിയർ എന്ന് പറഞ്ഞ ഒരാളാണ്. അതെ, അതിപ്പം അതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ആക്ച്വലി.
ഞാൻ ജസ്റ്റ് എന്തൊരു കാര്യത്തിന് ഒരു കഫേയിൽ എന്തോ പോയതാ, ഇന്റർനെറ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ അന്ന് ഞങ്ങളത് സ്റ്റെപ്പ് അപ്പൊ നമ്മളെന്തോ ഒരു ഡോക്യുമെന്റ് ആണ് അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോയി പുള്ളി. അപ്പൊ പുള്ളി കണ്ടപ്പോ പുള്ളി പറഞ്ഞു ഇത് വളരെ ഫെയിലിയർ ആണെന്ന്. കുറച്ചടുത്ത് തന്നെ, തറവാടിന്റെ അടുത്ത് തന്നെ. പുള്ളി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് പുള്ളിനെ കണ്ടു പരിചയമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല കേട്ടോ, ഞാനിതിലാണ്, ഇതെങ്ങനെയാണ്. ഞാൻ മോനെ നീ ഇത് പറയുന്നു, ഇപ്പൊ എത്രയായി തുടങ്ങിയിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞതാ ഞാനങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് എന്നോടൊന്ന് പറയുന്നത്. അങ്ങനെ പുള്ളിനെ ഇടയ്ക്ക് കാണുമ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കും. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ആ ലൈറ്റിൻ്റെ കേസ് പറഞ്ഞല്ലോ, സോളാർ ലൈറ്റ്. അതാ ഞങ്ങൾ പറഞ്ഞു എല്ലായിടത്തും ഒരു പ്രകാശമുണ്ട് എന്ന് പറയാൻ കാരണം അതാ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞങ്ങൾക്കൊരു സോളാർ ലൈറ്റ് ഉണ്ട്, നിങ്ങൾ അത് വെച്ചിട്ട് അതിൻ്റെ എഫക്റ്റീവ്നെസ് എന്താന്ന് നോക്കി. കാരണം നിങ്ങളുടെ പുറത്ത് ലൈറ്റ് ഇടുന്നേ ഇല്ല. പുള്ളി എനർജി സേവ് ചെയ്യുക അങ്ങനെയാണ്, ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട്. അപ്പോൾ അങ്ങനെ പുള്ളിക്ക് ഈ ലൈറ്റ് ഞങ്ങൾ കൊടുത്തു. ഇപ്പോഴും ഇപ്പൊ നമുക്ക് മോർ ദാൻ 7 years ഇപ്പോഴും ആ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് പുള്ളിയുടെ വീട് സോളാർ ചെയ്തു, പുള്ളിയുടെ കംപ്ലീറ്റ് പാർട്ട്നേഴ്സിന്റെ വീട് നമ്മൾ സോളാർ ചെയ്തു, പുള്ളിയുടെ കമ്പനി നമ്മൾ സോളാർ ഫാക്ടറിയിലും ചെയ്തു. നിങ്ങളെ ചോദിച്ചില്ല, കൊറോണ കഴിഞ്ഞ ടൈമിൽ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റിയിട്ടില്ല. അവരൊരു 8 പാർട്ട്നേഴ്സിന്റെ വീട് ഒറ്റ സിംഗിൾ വർക്ക് ഓർഡറാണ് നമുക്കൊന്ന് കിട്ടി. കൊറോണ സമയത്ത് നമുക്ക് വന്ന വലിയൊരു ട്രക്കാ ഫസ്റ്റ്. ആ ട്രക്ക് ഫുള്ള് ഡിസിൻഫെക്ട് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. കാരണം അതൊരു എക്സാമ്പിൾ ആണ്, ഒരൊറ്റ സോളാർ ലൈറ്റ് ചെയ്തിട്ടുണ്ടായ റിലേഷൻ ആണ് നമുക്ക് അത്രയും പ്രൊജക്ട്സ്. അതാണ് നമുക്ക് ആരാണ് ക്ലയന്റ് എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെപ്പോഴും ഒരാളെ കണ്ട കൺവിൻസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. നമ്മളെ പ്രൊമോട്ടേഴ്സ് ആയാലും നമ്മളെ ഇൻവെസ്റ്റേഴ്സ് ആയാലും ഒക്കെ നമ്മളെ കസ്റ്റമേഴ്സ് തന്നെയാണ്. അവരെന്നാണ് നമുക്ക് ലീഡ്സും തരുന്നത്, അവരെന്നാണ് നമ്മുടെ കൂടെ ഉള്ളതും. ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർ തന്നതിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റിൽ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു ട്രിബ്യൂട്ട് ഉള്ളത് ഞങ്ങളൊരു ബെസ്റ്റ് ക്ലയൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ നേരത്തെ സ്റ്റോറി ലൈനിലൊക്കെ പറഞ്ഞു. നമ്മള് തമാശ രീതിയിൽ ഇങ്ങനെ പറയുമെങ്കിൽ 25 years വാറണ്ടി നിങ്ങൾ ജീവനോടുണ്ടാവും, നമ്മൾ ജീവനോടുണ്ടാവും എന്നൊക്കെ തമാശയോട് ചോദിക്കുമെങ്കിലും ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു 4-5 കസ്റ്റമേഴ്സ് ഒക്കെ നമ്മളെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മള് നല്ല മെമ്പേഴ്സ് ആയിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് റീച്ചും കാര്യങ്ങളും തന്ന ആൾക്കാരാ. അപ്പോൾ അവരോടൊക്കെ ഞങ്ങളൊരു കടപ്പെട്ടിരിക്കുന്നു സ്റ്റിൽ ഞങ്ങളുടെ ജീവിതത്തിൽ. അതെ, ഈ റിലേഷൻ അങ്ങനെയാണ്. കാരണം 25 years ആണല്ലോ. അപ്പൊ 25 വർഷവും ബന്ധം ഉണ്ടാവും. എന്തെങ്കിലും സംഭവിച്ചാൽ വിളിയല്ലോ. 25 വർഷത്തേക്കാണല്ലോ പറയുന്നത്. ഗുണാതാണ് കേട്ടോ. അപ്പൊ എന്റെ ഫാമിലി ആണെങ്കിൽ ഞാൻ പറയും, എനിക്ക് എന്റെ ഫാമിലി സർക്കിളിനെക്കാട്ടും കൂടുതൽ എനിക്ക് ബന്ധമുള്ളത് കസ്റ്റമേഴ്സ് ആണ്. കാരണം ഇത് സംഭവം സിസ്റ്റർ മാരേജ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതാ എനിക്ക് കത്ത് കുറച്ച് മാറ്റി വെക്കണം. കാരണം നമ്മൾ സംസാരിക്കുന്നത് 25 years വാറണ്ടിയാണ്. അപ്പൊ ഈ 25 years വാറണ്ടി എന്ന് പറയുമ്പോൾ 25 years റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. പുള്ളിയുടെ മാരേജിന് പകുതി ക്ലയൻസ് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അതെ, എന്റെ മാരേജിന് കംപ്ലീറ്റ് നമ്മളെ ക്ലയൻസ് തന്നെ ആയിരുന്നു. സോ ഫാർ സോ ഗുഡ് അല്ലേ? അപ്പോൾ ഡെൽസന്റെ ഒരു നെക്സ്റ്റ് 5 years പ്ലാൻ എന്തായിരിക്കും? നെക്സ്റ്റ് 5 years കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ കമ്പനീനെ എൻവിഷൻ ചെയ്യുന്നത്? ഞങ്ങളിപ്പം സൗത്ത് ഇന്ത്യയിലായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചു എന്നുള്ളത്. ഇത് ഞങ്ങളൊരു പ്രോപ്പർ ഗ്രോത്ത് ആക്കിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു റീജിയനിൽ ഞങ്ങൾ അറിയപ്പെടുന്ന ഈ ഡെൽസൺ എന്നുള്ളൊരു നെയിം ഫ്രെയിം അറിയപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമാണ്. പിന്നെ നമുക്ക് എല്ലാ സ്റ്റേറ്റിലും ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എല്ലാ സ്റ്റേറ്റിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. പ്ലസ് 1-2 ഗവൺമെന്റ് എൻറ്റിറ്റീസിലുള്ള നമ്മളെ എൻപാനൽമെന്റ്സ് ഒക്കെ പാരലൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാൻസ് ആണ് ഒരു 5 yearsലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ നിങ്ങളുടെ എല്ലാ ഡ്രീംസും ഫുൾഫിൽ ആവട്ടെ, ഫ്യൂച്ചർ ബ്രൈറ്റ് ആവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു.